ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹുക്കുമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഹുക്കും എന്ന് പറഞ്ഞാൽ വിധി. ഒരു സംഗതി ഉണ്ടെന്ന് വിധിക്കുകയോ അല്ലെങ്കിൽ ഇല്ലെന്ന് വിധിക്കുകയോ ചെയ്യുക എന്നുള്ളത്. അത് 3 തരത്തിൽ ആവാകുന്നതാണ് എന്ന് മഹാനായ അബൂ അബ്ദുല്ലാഹി സനൂസി റഹിമഹുല്ലാ നമ്മോട് പറഞ്ഞു തന്നു. എന്താണ്? 3 രൂപത്തിൽ വിധിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ, ഷാരിയായ അള്ളാഹു ആണെങ്കിൽ അതിന് ആ വിധി ശർഈയായ വിധി, ശരീഅത്തിന്റെ വിധി എന്ന് പറയും. അതിനാണ് അൽ ഹുക്കുമു ശർഈയു എന്ന് പറയുന്നത്. ഇനി വിധിക്കുന്നത് ബുദ്ധിയാണെങ്കിൽ എന്ത് പറയാം? അവിടെ ബുദ്ധിയുടെ വിധി എന്ന് പറയും. മനസ്സിലായില്ലേ? ഷർഈന്റെ വിധി ഷർഅ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ, അല്ലേ? ശരീഅത്തിന്റെ വിധി ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ഷർഅ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അതേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? അവർ മാത്രമേ അത് നടപ്പിലെടുത്തുകൊണ്ട് സ്വീകരിക്കുകയുള്ളൂ. ബുദ്ധി വിധിക്കുന്നതാണെങ്കിൽ അത് മതവുമായിട്ട് അതിന് ബന്ധമില്ല, രാജ്യവുമായിട്ട് ബന്ധമില്ല, വ്യക്തികളുമായിട്ട് ബന്ധമില്ല. അത് മനുഷ്യന്റെ ബുദ്ധിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാൽ ബുദ്ധിയുള്ളവരൊക്കെ അത് അംഗീകരിക്കണം. ബുദ്ധി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഏതുകൊണ്ടുള്ളതല്ല, മുജറദായ അഖ്ലി കാമിലാണ്. നമ്മൾ ബുദ്ധി അംഗീകരിക്കുക, ബുദ്ധി വിധിക്കുക എന്നൊക്കെ പറഞ്ഞത് ആരെ ബുദ്ധിയും ചോദിക്കണ്ട. ബുദ്ധി എന്ന് പറയുമ്പോൾ അത് ഫർദ് കാമിലേക്കാണ് മുൻസരിഫാകുക എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാമിലായ ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആശയങ്ങളെ കൊണ്ടോ അല്ലെ വിചാരങ്ങളെ കൊണ്ടോ മറ്റ് സിദ്ധാന്തങ്ങളെ കൊണ്ടോ കലരാത്ത ബുദ്ധി, ക്ലിയറുള്ള ബുദ്ധി, ആ ബുദ്ധി വിധിക്കും. അതാണ് ഇവിടെ വിഷയം. ഏതെങ്കിലും ഒരു ചങ്ങാതിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു സംഗതി അവന് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്നത് അവനെന്തെങ്കിലും തിരിയുന്നില്ല. അതിപ്പോൾ എന്താണ്? അയാളുടെ മുൻവിധി ഉണ്ടായിരിക്കും വ്യക്തിക്ക്. ഒരു കാര്യം പെട്ടെന്ന് മറ്റൊരു എല്ലാവർക്കും അധികം ആളുകൾക്ക് അത് മനസ്സിലായി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇയാൾക്കത് മനസ്സിലാകുന്നില്ല. ഉദാഹരണം പറയാം, ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നുണ്ട്, ഒരു യൂറോപ്പിലെ ഒരു സിറ്റിയിൽ ഒരു സൈക്കിളും ഒരു കാറുമായി കൂട്ടിമുട്ടി. കണ്ടു നിന്ന ആളുകളൊക്കെ എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയണേ, നെതിറ പറയുന്നത് എല്ലാ നിൽക്കും അത് എന്തായിക്കോണം യോജിച്ചോണമെന്നില്ല. നെതിറാകുമ്പോൾ ഭാഗികമായിട്ട് യോജിപ്പിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഈ സൈക്കിളും കാറുമായിട്ട് കൂട്ടിമുട്ടിയപ്പോൾ കണ്ട് കുറെ ആളുകൾ പറഞ്ഞ് ആരാണ് കുറ്റക്കാരൻ? സൈക്കിളുകാരനാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു. സൈക്കിളുകാരനാണ് അതിൽ കുറ്റക്കാരൻ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ശാസ്ത്രജ്ഞൻ എന്ത് പറഞ്ഞു? അതല്ല, സൈക്കിളുകാരനല്ല, കാറിന്റെ ഉടമയാണ് കുറ്റക്കാരൻ. എന്തുകൊണ്ട്? അത് അയാൾക്ക് ആദ്യമായിട്ട് ഒരു സിദ്ധാന്തം ഉണ്ട്. ഈ സിദ്ധാന്തത്തിന്റെ ആളാണ് പരി. വലിയൊരു വസ്തു ചെറിയൊരു വസ്തുവായിട്ട് കൂട്ടിമുട്ടുകയാണെങ്കിൽ അത് വലിയ വസ്തു ആയിരിക്കും അതിന്റെ അത് കൂട്ടിമുട്ടാൻ കാരണമാകുന്നത് എന്നുള്ള അയാൾ ആദ്യമായിട്ട് സിദ്ധാന്തം. ഒരു വലിയ വസ്തു ചെറിയ വസ്തുവിന് ഇടിക്കുമ്പോൾ അത് കുറ്റക്കാരൻ ആരായിരിക്കും? അത് വലിയ വസ്തുവിന്റെ ആൾ, കാറിന്റെ ആളായിരിക്കും കുറ്റക്കാരൻ എന്നുള്ള ഒരു സിദ്ധാന്തം അയാൾ ആദ്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് എന്ത് തോന്നി? കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് സൈക്കിളുകാരൻ ഇപ്പൊ നേരെ നടുവ് കൊണ്ടെങ്കിട്ട് കാറിന് കൊണ്ട് മുട്ടിച്ചാലിപ്പോൾ സൈക്കിളുകാരൻ കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷെ ഇയാളുടെ ബുദ്ധി എന്തുകൊണ്ട് ആദ്യം കലർന്ന് കിടക്കുകയാണ്? മുൻവിധി ഉണ്ടാക്കി. ഇയാൾ ഒരു സിദ്ധാന്തം ആദ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആ സിദ്ധാന്തത്തിനനുസരിച്ചുകൊണ്ട് ഇയാൾ ചിന്തിച്ചത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു വിധിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. നമ്മൾ പറയുന്ന ബുദ്ധി ഇങ്ങനെയുള്ള എന്തെങ്കിലും സിദ്ധാന്തങ്ങളെ കൊണ്ട്, മാർക്കിസം കൊണ്ടോ ലെനിനിസം കൊണ്ടോ വഹാബിസം കൊണ്ടോ അല്ലെങ്കിൽ ഇഖ്വാനിസം കൊണ്ടോ തുടങ്ങിയതായിരിക്കുന്ന ഇസങ്ങളെ കൊണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമില്ലാത്ത ഒരു ഇസങ്ങളെ കൊണ്ടും കലർപ്പില്ലാത്ത ശുദ്ധമായ ബുദ്ധി, ആ ബുദ്ധി എന്ത് വിധിക്കും? ഒരു സംഗതി ഉണ്ടെന്നോ ഇല്ലെന്നോ വിധിക്കുന്ന ആ വിധിയാണ് ഇവിടെ പരിഗണിക്കുന്നത് കേട്ടോ. എല്ലാവരുടെ ബുദ്ധിയും ഏത് ബുദ്ധിയും ചോദിക്കണം. ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയാണോ എന്ന് പറയണ്ട, അല്ലെങ്കിൽ പ്ലാറ്റോയുടെ ബുദ്ധിയാണെന്നോ അല്ലെങ്കിൽ അവറോസ്റ്റിന്റെ ബുദ്ധിയാണെന്നോ അതൊന്നും പറയേണ്ടതില്ല. ഇവിടെ കാമിലായ ബുദ്ധി മറ്റ് ഇസങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് ചിന്താധാരകളെ കൊണ്ടും അതുപോലെ എന്തെങ്കിലും വികാരങ്ങളെ കൊണ്ടൊക്കെ കലരാത്ത ബുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വിധിക്കുന്നത് അഖലാണ്, ബുദ്ധിയാണെങ്കിൽ. മനസ്സിലായില്ലേ? ബുദ്ധിയുള്ളവരൊക്കെ ആ കാര്യം തീരുമാനിക്കും, അത് അംഗീകരിച്ചേ തീരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് അഖലിയാ ഹുക്കുമ്, ബുദ്ധിപരമായ വിധി എന്ന് പറയും. നല്ല ബുദ്ധിയുള്ള, നല്ല തൻ്റെ ഇടത്തോടുള്ള വിധി, ബുദ്ധിപരമായ വിധിയാണ് എന്ന് പറയും. ഇനി വിധിക്കുന്നത് ആദത്താണെങ്കിൽ, ബുദ്ധിയല്ല വിധിക്കുന്നത്, ശറവുമല്ല വിധിക്കുന്നത്, ആദത്ത് സാധാരണഗതിയിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞേ? ഭക്ഷണം കഴിച്ചാൽ സാധാരണഗതിയിൽ എന്തുണ്ടാവാറുണ്ട്? ബാക്കി നിങ്ങൾ പറയും. ഭക്ഷണം കഴിച്ചാൽ സാധാരണഗതിയിൽ എന്തുണ്ടാവും സഹോദരന്മാരെ? സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചാൽ എന്തുണ്ടാകും? എന്താണ് പറയാത്തത്? ഭക്ഷണം കഴിച്ചാൽ ഒന്നും ഉണ്ടാവില്ല എന്നാ? വിശപ്പ് മാറും. അപ്പൊ അയാൾ പറഞ്ഞ് വിശക്കുന്നുണ്ടെ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു. അതേത് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്? ആള് ഖുർആനിലുള്ളത് കൊണ്ടാ അല്ലെ? ബുദ്ധി പറഞ്ഞിട്ടാ? ബുദ്ധി അല്ലാതെ ഖുർആനിലുള്ളതൊന്നല്ല. അത് നമ്മുടെ ആദത്താണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നുള്ളത് നമ്മുടെ ആദത്താണ്. അത് ബുദ്ധിക്ക് പറയാം. ചില ആളുകൾ ഭക്ഷണം കഴിക്കാതെ എന്താകുന്നുണ്ട്? ജീവിക്കുന്നില്ലേ? ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഒരുപാട് ദിവസത്തിന്. ഇപ്പൊ മുമ്പ് ഏതാ കണ്ടില്ലേ, അവിടെ ഗുജറാത്തിലോ കാശ്മീരിലോ ഏതോ ഒരു
ഒരാൾ എത്രയോ മാസങ്ങളായി വർഷങ്ങളായി തോന്നുന്നുണ്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉമിനീര് മാത്രം കുടിച്ചിട്ട്. അതെന്തോ അല്ലാഹു അങ്ങനെ ഉണ്ട്. അത് ചില ഔലിയാക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാതെ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഭക്ഷണം പിന്നെ കഴിക്കാതെയും വിശപ്പ് മാറാം. ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറാം, ബുദ്ധിപരമായിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദത്തനുസരിച്ച് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറലാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് വിധിക്കുന്നതും. അപ്പോൾ വിധിക്കുന്ന വിധികർത്താവ് ആദത്താണ്, നമ്മുടെ പതിവാണ്. അത് ആദത്തിന്റെ അഹലിൽ ആദ എന്നാണ്. അവരാണത് വിധിക്കുന്നതെങ്കിൽ അതിലേക്ക് ഹുക്കുമ് ആദി എന്ന് പറയും. അപ്പം നമ്മുടെ ഇന്നത്തെ ചർച്ച, നമ്മൾ ഇന്നലെയും മെനാനൊക്കെ ആയിട്ട് നമ്മൾ ഏത് ഹുക്കുമാണ് പറഞ്ഞു കഴിഞ്ഞത്? നമ്മൾ ശറയ്യ ഹുക്കുമാണ്. ശറഅ് വിധിക്കുന്ന അതിന്റെ വിധികർത്താവ് ഒരു സംഗതി ഉണ്ടെന്നോ ഇല്ലെന്നോ വിധിക്കുന്നത് ശാരിയാണ്. അങ്ങനെയുള്ള വിധികൾ അത് ഒരു വ്യക്തിയോട് നേരിട്ട് ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള ആയിരിക്കുന്ന കൽപ്പന ആണെങ്കിൽ അതിന് തെക്ലീഫിയ ഹുക്കുമ്, അതായത് ഫർള്, സുന്നത്ത്, അതുപോലെ തന്നെ ഹറാമ്, കറാഹത്ത്, മുബാഹ്, ഇങ്ങനെയുള്ള 5 വിധിയിലായിട്ട് വരുമെന്നും അതല്ല ഒരു ഹറാമായ സംഗതി അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഹുക്കും ഉണ്ടാവണമെങ്കിൽ, ഒരു വാജിബായതോ നിർബന്ധമായതോ സുന്നത്തായതോ ഹുക്കും ഉണ്ടാവാൻ അതിന് കണ്ടീഷനാണ്, നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിന്റെ കലാമാണെങ്കിൽ അതിന് ഷർത്ത് എന്നും ഇന്നതാണ് അതിന്റെ കാരണമെന്ന് സക്കാത്ത് എന്ന് പറയുന്നതായ സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ളതിന് നിശ്ചിത കണക്ക് ഉണ്ടാവണം എന്നുള്ളത് അതിന് കാരണമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, ശാരി പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? വളയായിരിക്കുന്ന ഹുക്കുമ് എന്നും. അപ്പോൾ ശറയ്യ ഹുക്കുമിന്റെ ചർച്ചകളാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു പോയത്. ഇന്ന് നമ്മുടെ ചർച്ച ആദിയായ ഹുക്കുമിനെ കുറിച്ചാണ്. ഇവിടെ വിധികർത്താവ് ആരാണ്? ഇവിടെ വിധിക്കുന്നത് ബുദ്ധിയല്ല, ശറവുമല്ല. ഇവിടെ വിധിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ആവർത്തിച്ചുണ്ടായ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിധിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട, ബുദ്ധി വിധിച്ചൂടാ വിഷയത്തിൽ ഉദാഹരണം നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഇനി ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അതൊന്ന് വായിച്ചിട്ട് ഒന്ന് അർത്ഥം വെക്കുക കേട്ടാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വിഷയത്തിലേക്ക് വിശദമായി കടക്കാം. മൊത്തത്തിലൊന്ന് ആദ്യം വായിച്ചങ്ങോട്ട് പോവാം, എന്നിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൽ ഹുക്കുമുൽ ആദിയോ, ആദിയായിരിക്കുന്ന ഹുക്കുമ്, ആദിയായിരിക്കുന്ന ഹുക്കുമ്, ഫഹഖീഖത്തു, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇസ്ബാത്തുർ റബ്തി ബൈന അംരിൻ വ അംരിൻ, ഒരു കാര്യത്തിന്റെയും മറ്റൊരു കാര്യത്തിന്റെയും ഇടയിൽ ബന്ധത്തെ സ്ഥിരപ്പെടുത്തുക. ബന്ധം ഉണ്ടെന്നുള്ളൂ, അതാണ് ഇതിന് കാരണമെന്നല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നുണ്ട്. അപ്പം ഭക്ഷണത്തിനെയും വിശപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുക, അതാണ് ഫഹഖീഖത്തു ആദിയാ ഹുക്കും എന്ന് പറഞ്ഞാൽ. ഇസ്ബാത്തുർ റബ്തി ബൈന അംരിൻ വ അംരിൻ, ഒരു കാര്യത്തിന്റെയും മറ്റൊരു കാര്യത്തിന്റെയും ഇടയിൽ ബന്ധത്തെ സ്ഥിരപ്പെടുത്തുക. വുജൂദൻ വ അദമൻ, അതുണ്ടാകുമ്പോൾ രണ്ടും ഉണ്ട് എന്നോ, ഇല്ലാതാകുമ്പോൾ രണ്ടും ഇല്ല എന്നോ, അല്ലെ ഒന്നുണ്ടാകുമ്പോൾ മറ്റൊന്നുണ്ടാവുന്നില്ല എന്നോ, അല്ലെ മറ്റതുണ്ടാകുമ്പോൾ ഇത് ഉണ്ടാവാതിരിക്കുന്നു എന്നോ, അതാണ് വുജൂദും വാദം എന്ന് പറഞ്ഞാൽ. ആ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇതുണ്ടാകുന്നു, അതുപോലെ തന്നെ ആ ഒരു കാര്യം ഇല്ലാതാകുമ്പോൾ ഇതും ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ഈ വസ്തു ഉണ്ടായാൽ മറ്റത് എന്താകുന്നു? ഇല്ലാതാകുന്നു. അല്ലെങ്കിൽ ഈ വസ്തു ഇല്ലാതാകുമ്പോൾ മറ്റത് ഉണ്ടാകുന്നു. ഇങ്ങനെ 4 രൂപത്തിൽ വരും. നമ്മൾ അതിലേക്ക് വിശദമായി കടക്കാം. ആദ്യം പാർത്ഥം വെക്കാണല്ലോ, ഈ പാർത്ഥം വെക്കാണ്. പിന്നെ ഇപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം, എൻ്റെ സമയം പാഴായി പോകും. നല്ലോണം ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ അഖീദയുടെ പ്രധാനപ്പെട്ട മേഖലയാണ് ആദിയാ ഹുക്കും എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ തൗഹീദുമായിട്ട് അഭേദ്യമായ ബന്ധം ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് ആദിയാ ഹുക്കുമിലാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിന്റെ സർവ്വകാര്യങ്ങളും നിൽക്കുന്നത് ആദിയാ ഹുക്കുമിലാണ്. അപ്പം മറ്റുള്ള വിഷയത്തിൽ വിളകളാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി കൊണ്ടുവന്ന് വിഷയത്തിൽ മാത്രം നല്ലോണം ശ്രദ്ധ കൊടുത്ത് ഇരുന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ആദിയാ ഹുക്കും എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെയും മറ്റൊരു വസ്തുവിനുള്ള ബന്ധത്തെ സ്ഥിരപ്പെടുത്തലാണ്. അംറൻ വല വുജൂദൻ വാദമൻ, അത് ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോൾ. എങ്ങനെയാണ് ഇത്? വാസിത്തത്തി തകറുറിൽ ഖിറാനി അല്ലെങ്കിൽ ഇഖ്തിറാനി, ഇഖ്തിറാനുന്നുണ്ട് ഖിറാനുന്നുണ്ട്. ഏത് മാധ്യമമായിട്ട്? ആവർത്തിച്ച് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ള മാധ്യമം മുഖേന. ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ മറ്റേ കാര്യം ഉണ്ടാകുന്നുണ്ട്, ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ മറ്റേ കാര്യം ഉണ്ടാകുന്നുണ്ട്. ചൂടാക്കുമ്പോൾ ഐസ് ഇങ്ങനെ ഉരുകുന്നുണ്ട്, ചൂടാക്കുമ്പോൾ ഐസ് ഉരുകുന്നുണ്ട്. ഈ ചൂടാക്കിയത് അത് തന്നെയാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതുണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പറയും പല ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതിങ്ങനെ ആവർത്തിച്ച് നമുക്ക് അനുഭവപ്പെട്ടതിന്റെ പേരിലാണ്. ഖിറാൻ എന്ന് പറയാൻ എന്താ അർത്ഥം? ഇവിടെ ഖിറാൻ ഇഖ്തിറാൻ എന്നുള്ളൂ, തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് വരിക, തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു എന്നുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ തന്നെ അതിനോട് മുഖാരനായിട്ട് തന്നെ വിശപ്പ് മാറുക എന്നുള്ളത് ഉണ്ടാകുന്നുണ്ട്. കത്തിയെടുത്ത് മുറിക്കുമ്പോൾ അത് മുറിയുക എന്നുള്ളതിന് ഉടനെ തന്നെ വരുന്നുണ്ട്. അതാണ് അൽ ഖിറാൻ. വാസിത്തത്തി തക്കറുൽ ഖിറാനി, അത് അടുത്തടുത്ത് അന്വരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത്. ബൈനഹുമ, ഇത് 2 വസ്തുവിനിടയിലും ഈ 2 കാര്യത്തിനിടയിലും തമ്മിൽ ബന്ധം ആവർത്തിച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹിസ്സിനനുസരിച്ച് കേട്ടോ, ബുദ്ധിക്കല്ല ഇവിടെ. ഹിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ കാഴ്ചയിലോ നമ്മുടെ കേൾവിയിലോ എല്ലാം കണ്ടോണമെന്നില്ല.
കേട്ടതായിരിക്കും ചെയ്യുക. നമ്മൾ കേട്ടതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞോണമെന്നില്ല. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് അറിയണമെന്നില്ല. കേട്ടിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് അറിവുകൾ. ആ കേട്ട അറിവിനനുസരിച്ച് കൊണ്ടും കണ്ട അറിവിനനുസരിച്ച് കൊണ്ടും ഈ രണ്ട് വസ്തുവിൻ്റെ ഇടയിൽ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ബന്ധം നമ്മൾ സ്ഥിരപ്പെടുത്തുക. അതുണ്ടാകുമ്പോൾ ഇതുണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എന്നാൽ അത് നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദത്ത് അതിനെ സ്ഥിരപ്പെടുത്തുക. അതിനാണ് ആദിയാ ഹുക്കുമെന്ന് പറയും. മിസാലു ദാലിക, ഇനി മുസന്നിഫ് അതിന് ഉദാഹരണം പറയാം. മുസന്നിഫ് അതിന് ഉദാഹരണം പറയാണ്. എന്താണ് അതിന് മിസാല് പറയുന്നത്? മിസാല് ദാലിക്കൽ ഹുക്കുമി, മിസാല് ദാലിക്ക അതിന്റെ ഉദാഹരണം. അൽ ഹുക്കുമ അലന്നാരി ബി അൻഹ മുഹ്രിഖത്തുൻ. ഉണ്ടോ? തീന്റെ മേൽ നാം വിധിക്കുന്നു. എന്താ വിധിക്കുന്നത്? തീന്റെ മേൽ വിധിക്കുന്നത് ബി അൻഹ, തീർച്ചയായിട്ടും ആ തീ മുഹ്രിഖത്തുൻ, അതെന്താകുന്നു? കരിക്കുന്നുണ്ട്. തീ എന്ന് പറഞ്ഞാൽ കരിക്കുന്ന സാധനമാണ് എന്ന് നമ്മൾ വിധി പറയാം. ഇതിവിടെ ഹുക്കുമാണല്ലോ. തീ തൊട്ടാൽ കരിയും മോനെ എന്ന് പറഞ്ഞു. തീ തൊട്ടാൽ കരിയും മോനെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിധിയാണ്. അറവതി സ്ഥിരപ്പെടുത്താണ്. ഇഹ്റാഖ് കരിക്കുന്ന ഒന്നാണ് എന്നുള്ള വിധി ഈ തീക്ക് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. അതാണ് ഹുക്കുമ്. എങ്ങനെ സ്ഥിരപ്പെടുത്തി? ഫഹാദ ഹുക്കുമുൻ ആദിയുൻ, ഇതെന്താകുന്നു? ആദിയാ ഹുക്കുമാണ്. തീക്ക് കരിക്കുക എന്നുള്ള പ്രവർത്തനം അത് ബുദ്ധി പറയുന്നതല്ല. എന്തുകൊണ്ടാണ് അപ്പൊ തീ കരിച്ചോണം എന്നുള്ളത് ബുദ്ധി പറയുന്നില്ല. ബുദ്ധിക്ക് അങ്ങനെ ഒരു തേട്ടൊന്നുമില്ല. ബുദ്ധി പറയും തീ ചിലപ്പോൾ കരിച്ചോണമെന്നില്ല. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ അടുത്ത ഒരു സംഭവം ഞാൻ കണ്ടു. പാകിസ്ഥാനിലെ ഒരാൾ, വളരെ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടോന്നോ? ചിലരൊക്കെ കണ്ടിരിക്കാം. തിളച്ച് മറിയുന്ന എണ്ണ കയ്യിലെടുക്കുന്നത് അല്ലേ? വളരെ കേട്ടിട്ടില്ലേ? അതെ കണ്ടിട്ടുണ്ട്. തിളച്ച് മറിയുന്ന എണ്ണ കയ്യിലാക്കിയിട്ട് ആക്കൊരു പ്രശ്നമില്ല. കയ്യിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മളെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഓട്ട ഒഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തു അല്ലേ? വല്ലാതൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ കൂടി ചോർന്ന് താഴത്ത് ഒലിക്കും. എന്നാൽ ഇയാൾ തിളച്ച് മറിയുന്ന എണ്ണ ഉള്ളം കയ്യിലെടുത്തിട്ട് ഇയാൾ കാണിക്കുകയാണ്. അപ്പം എന്തായി? ബുദ്ധിയാകുമ്പോൾ എന്തായി? ബുദ്ധി പറഞ്ഞതാ അത് തന്നെയാണ്. ബുദ്ധി പറഞ്ഞ ഇവിടെ സംഭവിച്ചു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്ര ചൂടുള്ള എണ്ണ? സാധാരണഗതിയിൽ ആദത്ത് നിൽക്കാൻ എന്താണ്? ചൂടുള്ള എണ്ണ കയ്യിലെടുത്താൽ അത് കരിയാന്നുള്ളത് തന്നെയാണ്. യാതൊരു സംശയമില്ല, പൊള്ളും. ചൂടുള്ള എണ്ണ കയ്യിലെടുത്താൽ കൈ പൊള്ളും. അതാണ് ആദത്ത്. നമ്മൾ കുറെ കാലം അങ്ങനെ അനുഭവിച്ചത്. എന്നാൽ ബുദ്ധിക്ക് അത് അങ്ങനെ ബുദ്ധി വിധിച്ചോണമല്ല. ബുദ്ധി വിധിക്കും. ചിലപ്പോൾ അതിങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാതിരുന്നൂടെ? അപ്പൊ ബുദ്ധിപരമായിട്ട് ആ വിധിയില്ല, പക്ഷെ ആദത്താണ് അത് വിധിക്കുന്നത്. നമ്മുടെ ആദത്ത് അങ്ങനെ നമ്മളൊരു വിധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെന്താവാം? അത് പിന്തം. ബാക്കി പറയാം. ഫഹാദ ഹുക്കുമുൻ ആദിയുൻ, ഈ പറഞ്ഞത് എന്താകുന്നു? ഒരു ആദിയാ ഹുക്കുമാണ്. അഥവാ അഖ്ലിയോ ശറഇയോ ആയിരിക്കുന്നു. ഹുക്കുമല്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അല്ലെ ഹദീസ് പറയണോ? ഇത് തീ കരിക്കുന്നുള്ളത്? തീ കരിക്കുന്നുള്ള വിധി ഖുർആനും ഹദീസും പറഞ്ഞിട്ടല്ല. അത് നമ്മൾ ആദത്ത് വിധിക്കുന്നതാണ്. ഇത് മാനാഹു അന്നൽ ഹിത്റാഖ, ഈ കരിയുക എന്നുള്ളത് യഖ്തരിനു, അത് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ബിമസ്സിന്നാരി, തീ തൊട്ടത് കൊണ്ട്, തീ സ്പർശിക്കലിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് കരിയ എന്നുള്ളത്. ഫീ കസീരിൻ മിനൽ അജ്സാമി, അധികരിച്ചതായിരിക്കുന്ന വസ്തുക്കളിലും. അപ്പൊ അധികരിച്ച വസ്തുവിൽ എന്ത് കാണുന്നുണ്ട്? തീ സ്പർശിച്ചാൽ ആ ഭാഗം കരിയുന്നുണ്ട് എന്ന് കാണുന്നത് കൊണ്ട് തീ കരിക്കുമെന്നുള്ളൊരു വിധിയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ലിമുഷാഹദത്തി തഖറുറി ദാലിക, അതിന്റെ ആവർത്തനം നാം കണ്ടതിന് വേണ്ടിയിട്ട്. ലിമുഷാഹദത്തി തഖറുറി ദാലിക അലൽ ഹിസ്സി, നമ്മുടെ അനുഭവത്തിൽ അത് ആവർത്തിച്ച് വരുന്നത് കണ്ടത് കൊണ്ടിട്ട് നമുക്ക് എന്ത് വിധിക്കുകയാണ്? തീ തൊട്ടത് കൊണ്ടിട്ട് കരിക എന്നുള്ളത് ഉണ്ടായിത്തീരുന്നു, നാം ഹുക്കും ചെയ്യുന്നു, വിധിക്കുന്നു. ഇതിനാണ് ആദിയായ ഹുക്കുമ് എന്ന് പറയുന്നത്. വലൈസമാന ഹാദൽ ഹുക്കുമി, ഈ വിധിയുടെ അർത്ഥമല്ല, ഇങ്ങനെ ഹുക്കും ചെയ്യുന്നതിന്റെ അർത്ഥം അന്നന്നാറ ഹിയല്ലത്തി തുഅസ്സിറു ഫീ ഇഹ്റാഖി മാ മസ്സതുഹു. എവിടെ തബ്? അതിന്റെ അർത്ഥം ലിമുഷാഹദത്തി, ബാക്കി അടിച്ചിട്ടില്ലല്ലോ അല്ലേ? അതെ, വലൈസമാന ഹാദ, ഇതിന്റെ അർത്ഥമല്ല, തീ കരിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല. അന്നന്നാറ, തീർച്ചയായിട്ടും തീ, ഹിയല്ലത്തി, ആ തീയാണ്, അസറത്തി, ഇതിൽ ഫലം ചെയ്തത്, ഫി ഇഹ്റാഖി മാ മസ്സതു, തീ തൊട്ടോന്നിനെ കരിക്കുന്നതിൽ തീയാണ് ഇവിടെ സ്വാധീനം ചെലുത്തിയത്, തീയാണ് ഇവിടെ ഫലം ചെയ്തത് എന്നല്ല അതിന്റെ വിധിക്കേണ്ടത്. ഔഫി തസ്ഖീനി, ഈ തീയാണ് വെള്ളം ചൂടാക്കുന്നതിൽ, ആ വസ്തുവിനെ ചൂടാക്കുന്നതിൽ അസർ ചെയ്തത് എന്നാണ് മനസ്സിലാക്കരുത്. ഇത് എന്തുകൊണ്ട്? ഇത് ഹാദൽ മാന, ഈ അർത്ഥം, തീയാണിത് കരിച്ചതെന്നോ തീയാണത് ചൂടാക്കിയത് എന്നുള്ളതായിരിക്കുന്ന ഈ അർത്ഥം എന്തല്ല? ഇത് ഹാദൽ ലാ ദലാലത്തലിൽ, ഇത് ലാ ദലാലത്തലിൽ ആദത്തി അലഹി, ആദത്തിന് അതിന്റെ മേൽ യാതൊരു അറിയിക്കലും ഇല്ല, അസലം തീരെ തന്നെ. മനസ്സിലായില്ലേ? പിന്നെ ഇത് ലാ ദലാലത്ത ലിൽ ആദത്തി അലഹി, ഇതിന്റെ മേൽ ആദത്തിന് മേൽ അറിയിക്കുന്നൊന്നുമില്ല. ആദത്ത് ഇപ്പൊ അങ്ങനെ ആയിക്കോണമെന്നുണ്ടോ? ഇവിടെ അനുഭവിച്ചവർക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളതല്ലാതെ എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ വന്നോണ്ടല്ലോ. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഈ പാകിസ്ഥാനിലെ ഈ സഹോദരൻ, അയാള് നല്ല വെട്ടിത്തിളക്കുന്ന എണ്ണ കയ്യിലെടുത്തത് കൊണ്ട്, അപ്പോൾ അയാളെ കുറിച്ച് ആദത്ത് എന്താണ്? അയാളെ കുറിച്ച് ആദത്ത് കരിയാതിരിക്കാന്നുള്ളതാണ്. അപ്പോൾ ആദത്ത് എന്തുമ്പോൾ തന്നെ വിധിക്കൂല, ഈ തീ എന്നുള്ളത് എപ്പോഴും കരിച്ചു കൊള്ളണം എന്നുള്ളത് വിധിക്കൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഥ എടുത്തോളൂ അല്ലേ? നമ്രൂദ് ഉണ്ടാക്കിയ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എടുത്തെറിയപ്പെട്ടു. വല്ലത് സംഭവിച്ചോ? രോമത്തിന് പോലും പോറലേറ്റില്ല.
രോമം പോലും കരിയാതെ സുന്ദരമായി തിരിച്ചു വന്നു ആര്? മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ തീ കരിക്കുക എന്നുള്ളത് കുറേ സാധനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മളാണ് വിധിച്ചതാണ്. തീയാണ് ഈ കരിക്കുന്നതിന് ഉണ്ടാക്കുന്നത്, അല്ലെ തീയാണ് വെള്ളം ചൂടാക്കിയത്. ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എന്ത് ചെയ്ത്, അതെ അത് കറാമത്താണ്, മുജിസത്താണ്. ചിലപ്പോൾ സാധാരണക്കാർക്ക് മൗനത്തായിട്ടും വരും, കാഫിര്യങ്ങൾക്ക് ഇസ്തിദ്റാജായിട്ടും വരും, കറാമത്തായിട്ടും വരും. അപ്പോൾ സംഭവം എന്തുണ്ട്? അത് ആദത്തിനെ ഹർക്ക് ചെയ്തതാണല്ലോ. ആദത്തിനെ ഹർക്ക് ചെയ്യാൻ ബുദ്ധിയെ ഹർക്ക് ചെയ്യാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് വിധിക്കപ്പെട്ട ഒന്നിനെ ഹർക്ക് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഉണ്ടാവില്ല. പ്രവാചകന്മാര് ആദത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹർക്ക് ചെയ്യുള്ളൂ. ബുദ്ധി കൊണ്ട് വിധിച്ച ഒന്നിനെ അവർ ഹർക്ക് ചെയ്യില്ല. ഉദാഹരണം പറയാ, നമ്മൾ പറയാപ്പോ ഒന്നും രണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും തിരിയാത്ത പദങ്ങൾ വരുമ്പോൾ ഒന്ന് അടിക്കണം കേട്ടോ സഹോദരന്മാരെ, സുഹൃത്തുക്കൾക്ക്. കാരണം നമ്മുടെ എൻ്റെ ആദത്തനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് തിരിയുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനത് അങ്ങനെ അറബി പറഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് തിരിയാത്ത പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് അടിച്ചാൽ ഞാൻ കഴിയുന്ന രൂപത്തിൽ അത് മലയാളീകരിക്കാൻ ശ്രമിക്കാം എന്ന് അറിയിക്കുകയാണ്. അപ്പം സാധാരണഗതിയിൽ ആദത്ത് എന്നുള്ളത് എന്തില്ല? ആദത്ത് ഇതിനൊക്കെ അതിന്മേൽ യാതൊരു അപ്പൊ ആദത്ത് എന്നുള്ളത് ഇതിന്മേൽ അറിയിക്കുന്നില്ല. ചിലർക്ക് ആദത്ത് അങ്ങനെ ആയിരിക്കാം, ചിലർക്ക് ആദത്ത് എന്തായിരിക്കാം? മറിച്ചുമായിരിക്കാം. മനസ്സിലായില്ലേ? ഏതായിരുന്നാലും അപ്പൊ നമ്മൾ നോക്കുക, ഇതിലാ ദലാലത്ത അല, ഇവിടെ ഇതിലാ ദലാലത്തിൽ ആദത്തെ അല, ആദത്ത് ഇതിന്മേൽ അറിയിക്കുന്നില്ല. അസലം തിരുത്തന്നെ വൈന്നമ ആയത്തും പിന്നെ ആദത്ത് അറിയിച്ചത് എന്താണ് ഇവിടെ? അത് നമ്മൾ നോക്കണ്ടുള്ളൂ. വൈന്നമ തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കുക. ആദത്ത് അറിയിച്ചതിന്റെ അങ്ങേ തല പറഞ്ഞാൽ അൽ ഇഖ്തിറാനു ഫഖത്ത്, ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നാ ഞാൻ ചോദിക്കട്ടെ. മഴ പെയ്യുന്ന സന്ദർഭം, മഴ പെയ്തത് കൊണ്ടാണ് പുൽപുഷ്പങ്ങൾ മുളച്ചത്, മഴ പെയ്തത് കാരണമായിട്ടാണ് പുൽപുഷ്പങ്ങൾ മുളച്ചത് എന്ന് നമുക്ക് ബാഹ്യത്തിൽ പറയാം. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടോ മഴ തന്നെയാണ് കാരണം എന്നുള്ളത്? ഒരു വസ്തുവിന്റെ കാരണം എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിപ്പെടുന്ന ഒന്നല്ല. മഴ പെയ്ത ഉടനെ എന്തുണ്ടാകുന്നുണ്ട്? നമ്മുടെ അനുഭവം, മഴ പെയ്താൽ തവറകളും വൃക്ഷതലാദികളും കൃഷികളൊക്കെ ഇങ്ങനെ താഴ്ച വളരുന്നുണ്ട്, നമ്മൾ കാണുന്നത്. അത് നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. മഴ പെയ്ത ഉടനെ ഇതെല്ലാം നന്നായി കിളർത്ത് വരുന്നത് കാണുന്നുണ്ട്. കത്തി കൊണ്ട് മുറിച്ചാൽ മുറിഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ കത്തിയിൽ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കുന്ന വല്ല കഴിവുമാണ് ഇതിനെ ഫലം ചെയ്യിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ മാർഗമില്ല. അതാണ് നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതൊക്കെ തന്നെ ആരാണ്? ഈ കത്തി ഉണ്ടാക്കിയവനും ആ കത്തി കാരണമായിട്ട് ഇത് മുറിക്കാനുള്ളതായിരിക്കുന്ന ആ അസർ ഉണ്ടാക്കുന്നവനും, കത്തി ഉണ്ടാക്കിയ അള്ളാഹു തന്നെയാണ്. ഇത് മുറിക്കാൻ വേണ്ടി കഴിവ് കൊടുത്തതും അള്ളാഹു ആകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലല്ലേ? കത്തി മുറിച്ചു എന്ന് പറയരുത്. കത്തി മുറിച്ചു. സൂര്യനാണ് എല്ലാത്തിന്റെയും ശക്തി. ചില ആളുകളൊക്കെ സൂര്യനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. എന്താണ്? സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കാര്യങ്ങളും, സൂര്യന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് കാരണമായിട്ട്, ബാഹ്യത്തിൽ കാരണമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ വെച്ചുകൊണ്ട് അതെന്താണ് അതിന്റെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ, മുസ്ലിങ്ങളല്ല, സൂര്യനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സൂര്യനാണ് നമുക്ക് ഹയാത്ത് തരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് കുഫറായി പോകുന്നു എന്ന് വരെ നമ്മുടെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ സൂര്യൻ കാരണമായിട്ട്, ബാഹ്യത്തിൽ കാരണമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ പല കാര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു. സൂര്യൻ ഉദിച്ചതിന്റെ പിറകിലായിട്ട് പല ഗുണങ്ങളും ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബന്ധമുണ്ട് എന്നേ പറയാൻ കഴിയുള്ളൂ. ഏറി വന്നാൽ അതാ മുസ്ലിം പറയുന്നത്. വൈന്നമാ ഗായത്തോ എവിടെ? വൈന്നമാ ഗായത്തുമാ ദല്ലത്ത് അലഹിൽ ആദത്ത് വിധിച്ച, ആദത്ത് അറിയിച്ച ഒന്നിന്റെ അങ്ങേയറ്റം അൽ ഇഖ്തിറാനു ഫഖത്ത്, അത് തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് തമ്മിൽ ഒന്നിന്റെ ഉടനെ മറ്റൊന്ന് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നാം വിധിച്ചു എന്നുള്ളത്. അല്ലാതെ ഈ ആദത്താണ് ഇത് ഉണ്ടാക്കിയത്, അത് നമ്മൾ അറിയിച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവില്ല. അപ്പോ അൽ ഇഖ്തിറാനു ഫഖത്ത് ബൈനൽ അംറൈൻ, ഈ രണ്ട് കാര്യത്തിന്റെയും തമ്മിൽ ബന്ധിച്ച് വരുന്നുണ്ട് എന്നുള്ളത് അത് അറിയിച്ചത്. അമ്മാ തയ്യിനു ഫാലിദ ദാലിക, അപ്പൊ ഇത് ചെയ്യുന്ന ആളെ നിജപ്പെടുത്തുക എന്നുള്ള കാര്യം, അത് ഫലൈസലിൽ ആദത്തി ഫിഹി മദ്ഖുലിൻ, അതിന് ആദത്തിനൊക്കെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ഫായിൽ ആരാണ്? സൂര്യൻ ഉദിക്കുമ്പോൾ എന്തുണ്ടായിത്തീരുന്നു? ഒരുപാട് ഉപകാരങ്ങൾ, അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുക എന്നുള്ളത് ഉണ്ടായിത്തീരുന്നതിന്റെ യഥാർത്ഥ ഫായിൽ ആരാണ്? അതിന് ആദത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫലൈസൽ ആദത്ത് ഫീ മദ്ഖുലിൻ വലാ മിൻഹ, ഈ ആദത്തിൽ നിന്ന് യുതലഖ ഇൽമു ദാലിക, ഇതിന്റെ ഇൽമിറ്റ് കിട്ടിയില്ല. ഇതിന്റെ ഫായിൽ ആരാണെന്നുള്ള അറിവ് ഏതൊന്നും കിട്ടില്ല, ആദത്ത് കൊണ്ട് നമുക്ക് ലഭിക്കൂല. വഖിസ് അലാ ഹാദാ, ഇതിമല്ലി ഖിയാസാക്കി ചേർത്ത് പറഞ്ഞു. സായിറൽ അഹ്കാമിൽ ആദിയത്തി, മറ്റുള്ള ഒരുപാട് ആദിയായിരിക്കുന്ന ഹുക്കുമുകളുണ്ട്. അതൊക്കെ തന്നെ ഇതിനോട് ചേർത്തിട്ട് നീ പറഞ്ഞോ. പിന്നെ കൗനി താമിഞ്ഞു മുസന്നിഫ് ഉദാഹരണം പറയാം. കൗനി താമി, ഭക്ഷണമാകും പോലെ അത്താമ് എവിടെ? കൗനി താമി മുഷ്ബി എന്നാട്ടോ, ഷബ എന്നല്ല. കൗനി താമി മുഷ്ബി അൻ എന്നാണ്. ഞാനത് എഴുതി കൊടുത്ത് ഒരു മീമ് പോയതാണ്. കൗനി താമി മുഷ്ബി അൻ. ഇപ്പൊ കണ്ടില്ലേ?
ഓയോ നേരത്തെ പറഞ്ഞത് കേട്ടോന്നറിയില്ല. പിന്നെ ഇതില്ല, പിന്നെ ഇത് ഹാദൽ മാന ഈ മാന ലാ ദലാലത്താൽ ആദത്തി അലൈഹി, ആദത്തിന് അതിന്മേൽ അറിയിപ്പില്ല, അറിയിക്കൂല. അസ്ലം തീരത്തന്നെ വൈന്നമ ആയത്തുമാ ദല്ലത്ത് അലൈഹിൽ ആദത്തു, ഇങ്ങനെ ആദത്ത് ഏറി വന്നാൽ അറിയിക്കുന്നത് അൽ ഇഖ്തിറാനു, ബന്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഫക്കത്ത് അത്രമാത്രം ബൈനൽ അംർ, രണ്ട് കാര്യത്തിനിടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു എന്നുള്ള ഈ രണ്ട് കാര്യത്തിനിടയിൽ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്ന് മാത്രമേ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അമ്മാ തയ്യന് ഫായിന് താലിക്ക, ഇത് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ വിശപ്പ് മാറ്റുന്നത് ആരാണ്? കത്തിയെടുത്ത് മുറിക്കുമ്പോൾ അത് മുറിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ മുറിക്കുന്നത് ആരാണ്? വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം തീർക്കുന്നത് ആരാണ്? അതിന്റെ ഫായില്, ആ ഫായിലിന് ഇതുമായിട്ട് ചെയ്യാൻ യാതൊരു ബന്ധവുമില്ല. ആ ഫായിലിന് ആദത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മാ തൈന് ഫായിന് താലിക്ക, ഇതിന്റെ യഥാർത്ഥ കർത്താവ് ഫലൈസലിൽ ആദത്ത് ഫീ മദ്ഖുലിൻ, ഈ കർത്താവിന്റെ വിഷയത്തിൽ ആദത്തിന് യാതൊരു പങ്കുമില്ല. വലാ മിൻഹ, ഈ ആദത്തിൽ നിന്ന് യുത്തലക്ക ഇൽമു താലിക്ക, അതിന്റെ ഇൽമ് അത് ഒരു ഉറച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇൽമു എന്ന് പറഞ്ഞാൽ ഉറപ്പാണല്ലോ. ഇതാണ് വിശപ്പ്, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും വിശപ്പ് മാറുമെന്നുള്ള ഇൽമ് ഉറച്ചതായിരിക്കുന്ന ഇൽമ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുകയുമില്ല. വഖിസ് അലാ ഹാദ, ഇതിന്മേൽ നീ ഖിയാസാക്കി പറഞ്ഞോ സായിറൽ അഹ്കാമിൽ ആദിയ, മറ്റുള്ളതായിരിക്കുന്ന ആദിയായ ഹുക്കുമുകൾ മുഴുവനും ഇതിനോട് നീ ചേർത്ത് മനസ്സിലാക്കിക്കോ. പിന്നെ ഏതുപോലെ മുസന്നിഫ് കൗനി താമി, ഭക്ഷണമാകും പോലെ എങ്ങനെ മുഷ്ബിയാൻ, കൗനി താമി മുഷ്ബിയാൻ, ഭക്ഷണം വിശപ്പ് മാറ്റുന്നത് പോലെ എന്ന് പറയാം. പിന്നെ വെള്ളമാകുന്നത് പോലെ മുർവിയൻ, ദാഹം മാറ്റുന്നത് പോലെ. വെള്ളം മുർവിയൻ, ദാഹം മാറ്റുന്ന വസ്തുവാകും പോലെ. വശംസു മുളിഅത്തൻ, സൂര്യന്റെ അത് ഒന്ന് അടിച്ചാൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ഈ ഭാഗത്ത് മനസ്സിലാക്കാം. പിന്നെ വശംസു മുളിഅത്തൻ വസിക്കീനു ഖാത്തിയത്തൻ, വസിക്കീന് ഖാത്തിയത്തൻ, കത്തി മുറിക്കുമെന്നുള്ളത് സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തുള്ള വനഹബി ദാലിക മിമാലായൻ ഹസറു, കണക്കറ്റതായിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും, ഞാൻ പറയുന്നു ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എന്താണ്? ഇങ്ങനെ ആദിയാഹുക്കിന്റെ മുന്നേ നടന്നു വരുന്നതാണ്. അധിക കാര്യങ്ങളും, ലോകത്തുള്ള അധിക കാര്യങ്ങളും ആദിയാഹുക്കുമനുസരിച്ച്. നിങ്ങൾ പറഞ്ഞോളി, എന്ത് കാര്യം എടുത്താലും മരുന്ന് കഴിച്ചാൽ രോഗം മാറുന്നത്, മരുന്ന് കഴിച്ചാൽ രോഗം മാറുക, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക, വെള്ളം കുടിച്ചാൽ ദാഹം മാറുക, കത്തിയെടുത്ത് മുറിച്ചാൽ മുറിയുക, അതുപോലെ തന്നെ AC ഇട്ടാൽ തണുപ്പ് വരിക, വെയിൽ കൊള്ളുമ്പോൾ ചൂട് ഏൽക്കുക, തുടങ്ങിയ പിന്നെ എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും, ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയാണിത്. അതെന്താ? അതൊക്കെ ഇങ്ങനെ നടക്കുന്നത് ആദിയാഹുക്കും. അതൊന്നും തന്നെ എന്തല്ല, പിന്നെ അതൊന്നും അതിന്റെ കർത്താവ് അത് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ രണ്ട് പ്രവർത്തനങ്ങൾ തമ്മിൽ ബന്ധിച്ചു വരുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ഇതൊക്കെ. എന്താ? അള്ളാഹുവിന്റെ ഒരു സിഫത്താണല്ലോ വഹദാനിയത്ത് എന്ന് പറയുന്നത്. ആ വഹദാനിയത്ത് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മാത്രമാകുന്നു. അള്ളാഹു അവന്റെ ദാത്തില്, അവന്റെ സിഫാത്തില്, അവന്റെ അഫ്ആലിൽ, അവന്റെ സത്തയിലും, അവന്റെ ഗുണങ്ങളിലും, അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യണം? അവൻ ഏകനായിരിക്കണം എന്നുള്ള. ഇവിടെ അള്ളാഹുവിന്റെ സത്തയിൽ അവൻ ഏകനാവണം എന്നുള്ളതും അവന്റെ ഗുണത്തിൽ ഏകനാകണമെന്ന് നമുക്കറിയാം. അവന്റെ പ്രവർത്തനത്തിൽ അവൻ ഏകത്വം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയപ്പെട്ടായിരിക്കുന്ന ആദിയാ ഹുക്കും കൊണ്ട് വിധിക്കുന്ന വിധികളെല്ലാം അതിന്റെ യഥാർത്ഥ കർത്താവ് ആരാണെന്ന് വിധിക്കുക? അള്ളാഹു ആണെന്ന് വിധിക്കുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ഈമാൻ പൂർത്തിയാണെങ്കിൽ, നമ്മുടെ തൗഹീദ് ശരിയാവണമെങ്കിൽ എന്ത് വിശ്വസിക്കണം? ഏത് പ്രവർത്തനത്തിന്റെയും യഥാർത്ഥ കർത്താവ്, അതിന്റെ യഥാർത്ഥ ഫായിൽ ആരാണെന്ന് വിശ്വസിക്കാം. ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർകൾ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്ന വിഷയമാണിത്. നമ്മുടെ അഖീദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവുമാണ്. ഏത് പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ആരാകുന്നു? അള്ളാഹു ആണെന്ന്. അതാണ് അവന്റെ അള്ളാഹു തആല വാഹിദുൻ ഫിൽ അഫ്ആൽ വഹദഹു ലാ ശരീക ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു, അള്ളാഹു മാത്രമാകും. എന്താ ഈ വഹദഹുവിന്റെ അർത്ഥം? വഹദഹു ഫി ദാത്തിഹി, വഹദഹു ഫി സിഫാത്തിഹി, വഹദഹു ഫി അഫ്ആലിഹി. അള്ളാഹു അവന്റെ സത്തന്റെ വിഷയത്തിലും സത്തയിലും അവന്റെ ഗുണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വാഹിദാകുന്നു, ഏകനാകുന്നു. അപ്പോൾ ഈ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനും മറ്റൊന്നിനെ ഉണ്ടാക്കാനുള്ള തഹ്സീർ ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവില്ല എന്ന് വിശ്വസിക്കുക. ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കുക. കഴിവ് അള്ളാഹുലേക്ക് ചേർത്ത് പറയുക. ഇത് കാരണമാണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണല്ലോ, അവൻ അഖദൽ അസ്ബാബ ഫഖദ് അസ്ബത ഹിക്മത്തുല്ലാഹി. കാര്യകാരണങ്ങളെ ഒരാൾ പിടിച്ചാൽ അവൻ അള്ളാഹുവിനെ അവൻ അസ്ബാബിനെ പിടിച്ചു. അമൻ നഫൽ അസ്ബാബ അത്തല ഹിക്മത്തുല്ലാഹി. അങ്ങനെയാണ്. ഒരാൾ അള്ളാഹുവിന്റെ കാര്യകാരണങ്ങളെ നിഷേധിച്ചാൽ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ അവൻ നിഷേധിച്ചു. ഏതൊരു വിഷയത്തിലും കാര്യകാരണം ഉണ്ടാകും. ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ നിഷേധിച്ചവനായി, അതിനെ ഇല്ല അതാക്കിയവനായി, മാറ്റിലായി. ഇല്ല എന്ന് പറയുന്നവനെ പോലെയാണ്. അമൻ അസ്ബത്തൽ അസ്ബാബ വനഫത് തഅ്സീർ അൻഹു ഫഖദ് വഹദല്ലാഹ്. കണ്ടോ, ഒരാൾ എന്ത് ചെയ്തു? അസ്ബാബുകളെ കണ്ട് കാര്യകാരണങ്ങൾ ലോകം മുഴുവനും കെട്ടിപ്പടുത്തുന്ന ലോകം മുഴുവനും പിന്നെ ഏതിൽ കെട്ടിപ്പടിഞ്ഞ് കിടക്കുകയാണ്? കാര്യകാരണ ബന്ധങ്ങളിൽ. ഏത് കാര്യം എടുത്താലും അതിനൊരു കാരണം ഉണ്ടാകും.
ഏത് കാര്യം എടുത്താലും അതൊന്നും കാരണം ഉണ്ടാവില്ലേ? സംശയമുള്ള കാര്യത്തിൽ ഏത് കാര്യം എടുത്താലും അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം നമ്മൾ എങ്ങനെ ശരിക്കും മനസ്സിലാക്കണം? ശരിയായ തൗഹീദ് അനുസരിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് ആ കാരണം കൊണ്ടല്ലേ ഈ കാര്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ആ കാരണം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അള്ളാഹു തആല അവിടെ അതിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് കാര്യങ്ങളാവട്ടെ, ലോകം, ഞാൻ പറഞ്ഞല്ലോ, ലോകം മുഴുവനും നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളും ലോകത്തിലെ സർവ്വ കാര്യങ്ങളും ഈ ആദിയാ ഹുക്കുമിന്റെ മേലാണ്, ആദത്തിന്റെ മേലാണ് നടക്കുന്നത്. അത് ഒന്ന് മറ്റൊന്നൊരു കാരണമായിട്ട് നിലനിൽക്കുന്നതൊക്കെ തന്നെ എങ്ങനെ മനസ്സിലാക്കണം? ഈ കാരണമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കരുത്. ഈ രോഗമാണ് എന്റെ അസുഖം മാറ്റിയതെന്ന് വിശ്വസിക്കാൻ പാടില്ല. രോഗം ഒരു കാരണമാണ്. എന്തിനുള്ള കാരണം? രോഗം മരുന്ന് എന്നുള്ളത് രോഗം മാറാനുള്ള ഒരു കാരണമാണ്. ആ കാരണമാണ് ഈ രോഗത്തെ മാറ്റിയത് എന്ന് വിശ്വസിക്കാൻ പാടില്ല. രോഗത്തെ മാറ്റുന്നത് ആരാകുന്നു? അള്ളാഹു ആകുന്നു. ഹുവല്ലദീ യശ്ഫീനി ഇദാ മരീതു യശ്ഫീനി, ഞാൻ രോഗിയാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നവൻ. യഥാർത്ഥത്തിൽ മരുന്ന് കുടിച്ചത് കൊണ്ടായിരിക്കാം, മരുന്ന് കുടിക്കുക എന്ന കാരണമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇയാളുടെ രോഗം മാറിയത്. പക്ഷേ ഇയാൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ഈ മരുന്നല്ല എന്റെ രോഗം മാറ്റിയതെന്നാണ്. പിന്നെ ആലങ്കാരികമായി പറയാറുണ്ട് അതിന്റെ ഹുക്കുമെന്ന് വേറെ. നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? നമ്മുടെ അഖീദയിൽ ഉണ്ടാവേണ്ടത് രോഗം മാറ്റിയവൻ അള്ളാഹു ആകുന്നു എന്നാണ്. ഈ മരുന്നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറ്റിയതും അള്ളാഹു ആകുന്നു. ഹുവല്ലദീ യുസ്ഖീനി വയുത്ഇമുനി, അല്ലേ? അപ്പൊ അങ്ങനെ ഏതേത് കാര്യങ്ങൾ, പ്രപഞ്ചത്തിലെ ഏത് കാര്യങ്ങൾ എടുത്താലും അത് മുഴുവനും കാര്യകാരണ ബന്ധത്തിലാകുന്നു അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യകാരണ ബന്ധം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഇടറിപ്പോയാൽ നമ്മുടെ അഖീദ പേച്ചു പോകും. പല ആളുകളും പേച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഒമൻ അസ്ബത്തൽ അസ്ബാബ വഅസ്ബത തഅസീറ ഇലൈഹാ ഫഖദ് കഫറാന. ഒരാള് കാര്യകാരണ ബന്ധങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തി, ആ കാര്യകാരണങ്ങൾ ബന്ധങ്ങൾക്ക് അതിന് തന്നെയാണ് ഫലമുള്ളത് എന്ന്, ആ വസ്തുക്കൾക്ക് തന്നെയാണ് അതിന്റെ ഫലവും കൂടി ചേർത്ത് കൊടുത്തതെങ്കിലോ അവൻ കാഫറായി. നമ്മളതാ പറഞ്ഞത്. അതാണ് പ്രകൃതിവാദികൾ എന്ന് പറയുന്നത്, അല്ലേ? പ്രകൃതിവാദികളില്ലേ? പ്രകൃതിവാദികളുണ്ട്. ഒന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലോ ലോകത്തൊക്കെ തന്നെ പ്രകൃതിവാദികൾ എന്നൊരു വിഭാഗമുണ്ട്. അവരുടെ വാദം എന്താണ്? പ്രകൃതിയാണ് എല്ലാത്തിന്റെയും. പ്രകൃതിയാണ് ഇവിടെ എല്ലാത്തിന്റെയും കാരണം. ഓരോ പ്രകൃതി അതിന്റെ കുറെ കാര്യങ്ങൾ പ്രകൃതിപരമായിട്ട് മഴ പെയ്യുന്നു, ആ മഴ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇടിവെട്ടുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പല സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. പ്രകൃതിയാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് കുഫറാണ്. അതാ ഞാൻ ആദ്യത്തിലായിട്ട് തുടങ്ങി വെച്ച ബൈത്തുള്ളത്. വൽഫിയലോ ഫിത്തൈസിരി ലൈസ ഇല്ലാ ലിൽവാഹിദിൽ ഖഹാരി ജല്ല വഅലാ. വൽഫിയലു ഫിത്തൈസിരി ലൈസ ഇല്ലാ ലിൽവാഹിദി ഖഹാരി, വാഹിദായിരിക്കുന്ന അല്ലാഹുവിനല്ലാതെ കണ്ട് ഒരു വസ്തുവിനെ ഒരു അസർ ചെയ്യുന്ന അത് ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനം അല്ലാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് പറയാ വമയ്യ ഖുൽ ബിത്തബഇ ഔ ബിൽ ഇല്ലതി ഫദാക കുഫറുൻ ഇൻദ അഹ്ലിൽ മില്ല വമയ്യ ഖുൽ ബിൽ ഖുവത്തിൽ മുദാതി ഫദാക ബിദഇയും ഫലാ തൽതഫിതി. വമയ്യ ഖുൽ ബിത്തബഇ, പ്രകൃതിപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഒരു കാര്യത്തിന് ഒരു കാരണം അതിന് പ്രകൃതിയാ തന്നെ ഉണ്ടാവുകയാണ് അതിന്റെ കാരണം. അത് മറ്റൊരാളുടെയും പ്രവർത്തനം കൊണ്ടല്ല, മറ്റൊരു രണ്ടാമത്തെ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടല്ല, ഇതിൽ തന്നെ ഉണ്ടാവുകയാണ് എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതെന്താകുന്നു? ഫദാക കുഫറുൻ ഇൻദ അഹ്ലിൽ മില്ല, ദീനുൽ ഇസ്ലാമിൽ എല്ലാ ആളുകളുടെയും ഉണ്ടാകുന്ന കുഫറാവുന്നു. പ്രകൃതിവാദികളുടെ വാദം കുഫ്രിയത്തിലേക്ക്. നമ്മുടെ അഖീദാകുമ്പോൾ എല്ലാ വിഭാഗത്തോടും നാം സംവദിക്കും. പ്രകൃതിവാദികളോട് സംവദിക്കും. ഒരു അശ്ശരി പണ്ഡിതന് അല്ലെങ്കിൽ ഒരു അശ്ശരി വിശ്വാസിക്ക് പ്രകൃതിവാദിയോട് സംസാരിക്കേണ്ടി വരും, യുക്തിവാദിയോട് സംസാരിക്കേണ്ടി വരും, നിരീശ്വരവാദിയോട് സംസാരിക്കേണ്ടി വരും, വിദേഹത്തുകാരനോട് സംസാരിക്കേണ്ടി വരും. അതിനെല്ലാം ഉതകുന്ന രീതിയിലാണ് നമ്മുടെ അഖീദ ഇവിടെ സ്വരൂപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നല്ലോണം ശരിയായ നിലക്ക് നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാനും അതിന്റെ എതിരിൽ വരുന്ന എല്ലാ കുപ്രചരണങ്ങളെയും എല്ലാ എതിർപ്പുകളെയും നമുക്ക് തട്ടിമാറ്റാനും കഴിയും. അപ്പോഴാണ് നമ്മുടെ അഖീദ ശരിയായ നിലക്ക് ഇതിന്റെ വികാസം പ്രാപിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം പ്രകൃതിപരമായിട്ട് ആണ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാലും ഔബിൽ ഇല്ലത്ത് അല്ലെങ്കിൽ ഇല്ലത്താണ്. ഇല്ലത്ത് മുഖേന എന്ന് പറയുന്നത് അതാണ് ഈ ഹുക്കുമാക്കള്. ഏത് ഹുക്കുമാക്കള്? എന്തുണ്ടല്ലോ, ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരെന്താ പറയുന്നത്? സൂര്യൻ ഉദിക്കുമ്പോഴേ അതിന്ന് വെളിച്ചമുണ്ടാകുക എന്നുള്ളത് അതിന്ന് ഇങ്ങനെ ഉണ്ടായിത്തീരാണ്. അത് സൂര്യൻ വിചാരിച്ചിട്ടൊന്നുമില്ല. സൂര്യൻ ഇപ്പൊ അതിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ആക്കാൻ കഴിയും. ഇപ്പൊ സൂര്യൻ ഉദിച്ചാൽ അത് വെളിച്ചം ഉണ്ടാവുന്നു. ഒരാൾ ഒരു കണ്ണാടിന് മുമ്പ് പോയി നിൽക്കുന്നത്, ഉദാഹരണം പറയാം, ഇല്ലത്ത് മനസ്സിലാക്കി തരാനാ. ഒരാൾ ഒരു കണ്ണാടിന് മുമ്പ് പോയിന്നാല് നിന്റെ രൂപമായി കാണാന്ന് വെച്ചാൽ കാണാതാവോ? അത് ഇയാൾ ഉദ്ദേശിച്ചിട്ടല്ലത് ആ രൂപം കണ്ണാടിയിൽ പതിയുന്നത്. ഇയാളുടെ ഉദ്ദേശം കൊണ്ടല്ല ആ രൂപം കണ്ണാടിയിൽ പതിയുന്നത്, അത് തനിയെ പതിയുകയാണ്. ഇതാണ് ആരുടെ ഒരു വിശ്വാസം? ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം ഇല്ലത്താണെന്നുള്ള. അങ്ങനെ ഇല്ലത്തുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഒരു മോതിരം കയ്യിൽ അണിഞ്ഞാൽ ആ മോതിരം എന്താകുന്നത്? നമ്മുടെ കൈ അനക്കുമ്പോൾ ആ മോതിരം അനങ്ങുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും സംശയമുണ്ടോ? നമ്മുടെ കൈ അനങ്ങുമ്പോൾ മോതിരം അനങ്ങുന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ അപ്പോൾ ഈ മോതിരം ഉദ്ദേശിച്ചിട്ടാണ് ഈ അനങ്ങുന്നതല്ല. കൈ അനങ്ങുമ്പോൾ തുടർന്ന് കൊണ്ട് അപ്പം തന്നെ ഏത് വരുന്നുണ്ട്? മോതിരവും അനങ്ങുക എന്നുള്ളത് വരുന്നുണ്ട്. അവിടെ എന്താണ്? ഈ കൈ അനക്കി എന്നുള്ളതാണ് അതിന്റെ കാരണം. മോതിരം അനങ്ങാൻ അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇതിന് ആന്തില്ല, സ്വന്തമായ ഇച്ഛാശക്തി ഒന്നില്ല. മോതിരത്തിന് ഇച്ഛാശക്തി ഇല്ല, സൂര്യന് ഇച്ഛാശക്തി ഇല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉണ്ടായപ്പോൾ ഭൂമിയോടുണ്ടായി.
അവരുണ്ടായപ്പോൾ പ്രപഞ്ചമുണ്ടായി, അവന്റെ ഇറാദത്ത് കൊണ്ടുണ്ടായതല്ലാണ്. അതാണ് ഹുക്കുമാക്കോട് വാദം. വളരെ പേച്ചവാദമാണ്. മഹാനായിരിക്കുന്ന അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിശ്വാസം തന്റെ തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുകയും അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബുദ്ധിപരമായിട്ടും പ്രമാണങ്ങൾക്കും എല്ലാം തൂക്കി നോക്കിയിട്ട് അതിനെ തുലനം ചെയ്ത് വേണ്ട രീതിയിൽ അതിനെ പഠന വിധേയമാക്കി അതിൽ കുഫുർ നെല്ലും പതിരും വേർതിരിച്ച് 25ഓളം മസലകളിൽ 3 മസല കൊണ്ടിട്ട് അവർ കാഫറാകുമെന്നും മറ്റ് 20 ചില്ലാന മസലകൾ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരാണെന്നും വളരെ വ്യക്തമായി പ്രതിപാദിച്ച ഗ്രന്ഥമാണ് തഹാഫത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന അബൂ ഹാമിദുൽ ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം. അതിൽ ഇവരുടെ എല്ലാ വാദങ്ങളും തൊലിയുരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോ ഇല്ലത്ത് മുഖേനയാണെന്നും അല്ല പ്രകൃതി മുഖേനയാണെന്നും വാദിക്കുന്ന വാദം ഫദാക കുഫ്റുൻ ഇൻദ അഹ്ലിൽ മില്ല, അതൊക്കെ കുഫ്റാണ്. അതുകൊണ്ട് വമ യഖുൽ ബിൽ ഖുവത്തിൽ മുദാത്തി, ഇനിയൊരു കൂട്ടർ പറഞ്ഞ എന്താണ്, അല്ലാഹു പടച്ചത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറയുന്ന ആരാണ്, നമ്മുടെ നാട്ടിലെ മൗലവിമാർ സലഫികളൊക്കെ പറയുന്ന വാദമാണ്. വമ യഖുൽ ബിൽ ഖുവത്തിൽ മുദാത്തി, ഖുവത്തുൽ മുദാത്ത് കൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓരോ വസ്തുവിനും അത് ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന കഴിവ് അതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫദാക ബിദ്അയ്യുൻ, അതെന്താകുന്നു, അവൻ ബിദ്അത്തുകാരനാകുന്നു. ഫലാത്തഫിത്തി, ഓനെക്കൊള്ളയും തിരിഞ്ഞു നോക്കാൻ പോകണ്ട, അവൻ ബിദ്അത്തായിട്ട് നടന്നോട്ടെ, നമ്മൾ എതിർക്കണ്ടെന്നല്ല, ആ വാദം എന്ത് ചെയ്യണ്ടല്ല, വാദത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട, ആ വാദത്തെ ശക്തിയായി നിൽക്കുന്ന ചെയ്യണം, എതിർത്ത് തോൽപ്പിക്കണം, സ്വീകരിക്കുന്ന അതിനെ കബൂൽ ചെയ്യാനോ അതിൽ കാര്യമുണ്ടെന്നോ ഉള്ള ചിന്തയിലേക്ക് നീ കടക്കേണ്ടതില്ല. അപ്പൊ ചുരുക്കം പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഇവിടെ ഓരോ വസ്തുക്കൾ അതിൽ ആ ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിന് തുടർന്ന് കൊണ്ട് മറ്റൊരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ആദത്തെ നിലക്ക് അവിടെ എന്തുകൊണ്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. നേരെ മറിച്ചുകൊണ്ട് അത് ബുദ്ധിപരമായിട്ട് എന്തായിക്കോണമെന്നുള്ളത് നിർബന്ധമായ കാര്യമായിക്കോണമെന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു വലിയൊരു മത്സ്യം മുഴുവൻ അല്ലെ വലിയൊരു ഒരു പോത്തിന് മുഴുവൻ തിന്നുന്ന ഒരാളുണ്ടോ സാധാരണഗതിയിൽ? ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആദിയായിരിക്കുന്ന ഒരു ഹുക്കുമ്, ആദിയാ ഹുക്കുമ് അതെന്താവും 3 ഇനമാകും. ഏതൊക്കെയാണ്? വാജിബ്, അഖലിയ ഹുക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശേഷം വരാനും ഇരിക്കുന്നുണ്ട്. ആദിയായിരിക്കുന്ന ഹുക്കുമ് ഏതുപോലെ തന്നെ അഖലിയായ ഹുക്കുമ് പോലെ തന്നെ 3 ഓഹരിയാകും. ഒന്ന് വാജിബ്, മറ്റൊന്ന് മുസ്തഹില്, മറ്റൊന്ന് ജായിസ്. അപ്പൊ ആദത്ത് തന്നെ ചിലത് നിർബന്ധമായതുണ്ടാകും, ചിലത് ആദത്ത് നിൽക്ക് സംഭവിക്കാൻ പാടില്ലാത്തതുണ്ടാകും, ചിലത് സാധാരണ പതിവില് സാധാരണ രീതിയിൽ സംഭവിക്കുകയും ചെയ്യാം സംഭവിക്കാതിരിക്കുകയും ചെയ്യാം, അങ്ങനെയുള്ളതുണ്ടാകും. അക്കല് 3 ആകും പോലെ തന്നെ ബുദ്ധിപരമായിട്ട് 3 ഇനം ഉണ്ടാകുമ്പോൾ തന്നെ ആദത്തും 3 ഇനമായിട്ട് ഓഹരിയാകും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഒരു പശുവിനെ മുഴുവനും തിന്നുന്ന ഒരാൾ ഉണ്ടാവോ? ഒരൊറ്റയടിക്കേ ഒരു 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ അല്ല പറഞ്ഞത് കേട്ടാ. ഒരൊറ്റ ഇരിപ്പിൽ ഒരു പശുവിന്റെ ഇറച്ചി മുഴുവനും തിന്നുന്ന ഒരാളുണ്ടോ? അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സാധാരണ ഇല്ല. അങ്ങനെ ഒരു പശുവിനെ മുഴുവൻ തിന്ന ആളുണ്ടാവില്ല. ചിലർക്ക് പൂതി ഉണ്ടാവും തിന്നണം, പക്ഷെ നടക്കൂലല്ലോ. അപ്പൊ എന്താണ് ഒരു പശുവിനെ മുഴുവനും തിന്നുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സാധാരണഗതിയിൽ അതില്ല. അത് മുസ്തഹീൽ. എന്താ പറയാ നമ്മള്? മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താണ്, ബുദ്ധി എന്താണെന്ന് അനുവദിക്കൂല, ബുദ്ധിപരമായിട്ട് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അപ്പം ഒരു പശുവിനെ മുഴുവനും തിന്നുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ സാധാരണഗതിയിൽ അതിൽ അസംഭവ്യമാണ്. മുസ്തഹിൽ എന്ന പദം കേട്ടിട്ടുണ്ടോ? അറബികൾക്കിടയിൽ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മുസ്തഹിൽ എന്നുള്ള പദം ധാരാളം കേൾക്കാൻ സാധിക്കും. ആരെങ്കിലും കേട്ടവരുണ്ടോ ഇവിടെ? മുസ്തഹിൽ എന്നുള്ള എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും അറബികൾക്കിടയിൽ താമസിക്കുന്ന ആരെങ്കിലും മുസ്തഹിൽ എന്ന പദപ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഓർക്കുന്നില്ല എന്നേ അതിനർത്ഥമുള്ളൂ. കാരണം ഇവരുടെ സാധാരണ പ്രയോഗത്തിലൊക്കെ വരുന്നതാണ് എന്ത്? മുസ്തഹിൽ. അതൊരിക്കലും സംഭവിക്കൂല, അസാധ്യം എന്നാ പറയുന്നത്. അത് ഈ അർത്ഥത്തിനാ സാധാരണഗതിയിൽ അത് മുസ്തഹിലാണ്, അത് അസംഭവ്യമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അസംഭവ്യമാണ്. അപ്പൊ ബുദ്ധി എന്തിയോടെ? ബുദ്ധി അതിനെ മുസ്തഹിലാക്കുക. അപ്പൊ ഒരു വിധി എന്തായിട്ടോടെ? ആദിയാ ഹുക്കുമ് മുസ്തഹിലാവുന്ന പറഞ്ഞത്. അതുപോലെ തന്നെ പറയാം, ഒരു മനുഷ്യന് ഒരു വിമാനം മൊത്തം ഒരു മനുഷ്യനെ കൊണ്ട് ഒരാൾ തലയിലെടുത്തു എന്ന് പറഞ്ഞാൽ ഉണ്ടാവോ? അയാൾ എയർപോർട്ട് പോയിട്ട് ഒരു വിമാനം മൊത്തത്തിൽ തലയിൽ എടുത്തു വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ? അത് അസംഭവ്യം. ബുദ്ധി അപ്പം തന്നെ പറയും. ബുദ്ധിപരമായിട്ട് അത് സാധാരണഗതിയിലും ബുദ്ധിപരമായിട്ട് അസംഭവ്യം കേട്ടോ, അതെ ഇമ്പോസിബിൾ. ബുദ്ധിപരമായിട്ട് അത് അസംഭവ്യമൊന്നുമില്ല. ഒരാൾ അല്ലാഹുത്തആല അങ്ങനെ പഠിച്ചൂടെ? ഒരു വിമാനം എടുത്ത് ഉയർത്താൻ മാത്രമുള്ള ശക്തിയോട് അല്ലാഹുത്തആല പടക്കാം. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ആദത്തെ നിലയ്ക്ക് ഒരു വിമാനം ഒരാൾ ഒറ്റക്ക് എടുത്ത് ഉയർത്തുന്ന ഒരാൾ എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളാണ്, അസാധ്യമാണ്, മുസ്തഹീലാണ്. മനസ്സിലായില്ലേ? അതാണ് ആദിയാ ഹുക്കുമ് മുസ്തഹീൽ എന്ന് പറയുന്നത്. ബുദ്ധി എന്താക്കും? അതിനെ ജായിസാക്കും. ബുദ്ധിപരമായിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ അങ്ങനെ ഉണ്ടാകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ദജ്ജാൽ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ എന്താ, ദജ്ജാലിന് ഇപ്പോൾ ആണെങ്കിൽ ഒരു പ്ലെയിനൊക്കെ എടുത്ത് പൊന്തിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ചില കാർട്ടൂണുകളിലൊക്കെ കാണാം ഒരു പ്ലെയിനൊക്കെ എടുത്ത് പൊന്തിക്കുന്നതൊക്കെ പലതിലൊക്കെ. മനസ്സിലായില്ലേ? കുട്ടികൾക്കുള്ള കാർട്ടൂണുകളിലൊക്കെ. അപ്പൊ അത് ബുദ്ധിപരമായിട്ട് നമുക്ക് എന്തില്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒന്ന് അസംഭവ്യമാൻ. അതാണ് ആദി മുസ്തഹീൽ എന്ന് പറയുന്നത്. അവിടുത്തെ ഹുക്കും എന്താണ്? മുസ്തഹീലാണ്. ഇങ്ങനെയുള്ള വിധി മുസ്തഹീലാണ്.
അതുപോലെ തന്നെ ഒരാൾ പറയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ വിഷം ഒരു അത്യുഗ്രമായിരിക്കുന്ന ഒരു വിഷം, ലോകത്ത് അറിയപ്പെട്ട അത്യുഗ്രമായിരിക്കുന്ന ഒരു വിഷം ഒരാൾ കുടിച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് എന്താണ് പറയേ? അത്യുഗ്രമുള്ള ഒരു വിഷം ഒരാൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും അവിടെ സാധാരണഗതിയിൽ? മരിക്കും. മരണം ഉറപ്പാണ്, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല മരിക്കും എന്നുള്ളത്. എങ്ങനെ? അത് എന്ത് വിധിയാണത് നമ്മൾ പറയുന്നത്? അത് അഖലിയ വിധിയല്ല നമ്മൾ പറയുന്നത്, അത് ആദത്തെ നിൽക്കാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് കേട്ടാ. സാധാരണഗതിയിൽ നല്ല വിഷമുള്ള സാധനം എടുത്ത് കുടിച്ചാൽ എന്താകും? മരിക്കും ഉറപ്പ. പക്ഷേ അസാധാരണമായ നിലക്ക് മരിക്കാതിരുന്നു കൂടെ? ബുദ്ധിപരമായിട്ട് നമുക്ക് എന്തില്ല, അത് മുഹാലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ബുദ്ധിപരമായിട്ട് നമുക്ക് മുഹാലല്ല. കാരണം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നല്ല വിഷം കുടിച്ചിട്ട് മരിക്കാത്ത സംഭവങ്ങളില്ലേ? നല്ല അത്യുഗ്രമായിരിക്കുന്ന വിഷം കഴിച്ചിട്ടും മരിക്കാത്തതുണ്ട്. ഒരു ഉദാഹരണങ്ങൾ പറയും. നിങ്ങൾക്ക് അറിവുള്ള ഒരു ഉദാഹരണം ഉണ്ടാവും, നിങ്ങൾക്ക് കേട്ടിരിക്കും. നല്ല അത്യുഗ്രമുള്ള വിഷം കഴിച്ചിട്ട് ഒരു പോറലും ഏൽക്കാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഒന്ന് പറയൂ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, വലീദല്ല, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അല്ലേ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ശത്രുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്ത്, ഇസ്ലാം ശരിയാണെന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന ഈ വിഷം ഒന്ന് കുടിച്ച് കാണിക്കുന്നു പറഞ്ഞു. മഹാനായിരിക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വാങ്ങി ഒരൊറ്റ വലിക്കത് കുടിച്ചു. നെറ്റൽപ്പം അങ്ങനെ വിയർത്തു എന്ന് മാത്രം, യാതൊന്നും സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? കേട്ടങ്ങള്. അപ്പം സാധാരണഗതിയിൽ നല്ല അത്യുഗ്രമുള്ള ഒരു വിഷം ഒരാൾ കുടിച്ചാൽ അയാൾ മരിക്കുകയാണ്. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു 100 നില ഉള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ വീണാൽ എന്താ സംഭവിക്കുക? അവിടെ പെട്ടെന്ന് പറഞ്ഞ മറുപടി എന്താ സംഭവിക്കും? ഉറപ്പല്ലേ അയാൾ മരിക്കുന്നുള്ളതില്ലേ? ചിലപ്പോൾ താഴത്തെത്തിക്കോണമെന്നില്ല. 100 നില മുകളിൽ നിന്ന് ഒരാൾ താഴോട്ട് വീണാൽ നമുക്ക് ഉറപ്പാണ് അയാൾ ജീവിച്ചെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതമുള്ളൂ അല്ലേ? ചിലർക്കൊക്കെ പറഞ്ഞു 1 നില മുകളിൽ നിന്ന് 2 നില മുകളിൽ നിന്നൊക്കെ വീണാൽ തന്നെ, അല്ലെങ്കിൽ 3 നിലയിൽ നിന്ന് 4 നില വീണാൽ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്താണ് അവിടെ അത്ഭുതം കൂട്ടുന്നത്? എന്തിനാണ് അത്ഭുതം കൂട്ടുന്നത്? എന്തിനാണ്? സാധാരണഗതിയിൽ മരിക്കലാണ്, ആദത്തെ നിൽക്കുന്നതാണ്, അത് മരിക്കലാണ്. പക്ഷേ അയാൾ അത്ഭുതകരമായിട്ട് സാധാരണക്കെതിരായിട്ട്, അത്ഭുതം നിറതാണല്ലോ, ഒരു കാരണമില്ല, അത് കാരണം അറിയാത്തതിനാണ് അത്ഭുതം എന്ന് പറയാ. അപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് പറയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 50 100 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴോട്ട് വീണാൽ സാധാരണഗതിയിൽ മരിക്കാൻ ചിലപ്പോൾ വീണ താഴത്തെത്തി കൊണമെന്നില്ല, പേടിച്ചിട്ട് അതിന്റെ താഴത്തെത്തുന്ന മുന്നേ തന്നെ ആൾ മരിച്ചെന്ന് വരാം ഒരു പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. എത്ര ആൾക്കാർ അങ്ങനെ ഒരുപാട് ഉയരത്തുനിന്ന് വീണിട്ട് മരിക്കാത്തതുണ്ട് അല്ലേ? ബുദ്ധി ചോദിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ മരിക്കൽ നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ഏതുണ്ടായിട്ടുണ്ട്, അത് അനുഭവത്തിൽ നിന്നാണ് പറയണ്ട. ബുദ്ധിപരമായിട്ട് അങ്ങനെ എന്ത് സംഭവിച്ചോണം എന്നില്ല, മരിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ ആദത്തെ നിലക്ക് അസംഭവ്യമായിരിക്കുന്ന ഒരു വിഷയം അക്കലം നിലക്ക് ബുദ്ധിപരമായിട്ട് അതെന്തായിക്കോണമെന്നില്ല, അസംഭവ്യമായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നുള്ളത് വാജിബ്. നമ്മൾ ഇതുവരെ പറഞ്ഞ മുസ്തഹിലിൻ്റെതാ ഏത്? അസംഭവ്യത്തിൻ്റെതാണ്. ഒരാള് ഒരു തിമിംഗലം മുഴുവനും ഭക്ഷണം ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തൗറാത്തിലെ കണ്ടെന്ന് പറഞ്ഞു, ഏതോ ഒരു തൗറാത്തിൽ, ഇങ്ങനെയുള്ള ഈ ഖുറാഫാത്തിൽ മാത്രമേ ഉള്ളൂ. ഖുറാഫാത്ത് എന്നല്ല, തൗറാത്തിൽ ഖുറാഫാത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പറയാൻ നോക്കാടെ? അയാൾ അത് പറയുന്നുണ്ട് പോലും. മുമ്പ് ഏതോ ഒരു ചങ്ങായി, പരീസ്രായിൽപ്പെട്ട ഒരു ചങ്ങായി, ആളുകളൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആൾ കടലിൽ ഇറങ്ങും, തിമിംഗലത്തിനെ പിടിച്ചിട്ട് അയാൾ ഒറ്റക്ക് ഭക്ഷിക്കുന്നൊക്കെ. അത് ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഏതിലുള്ളത് ഈ ഖുറാഫാത്തിൽ ഇങ്ങനെ കെട്ടുകഥകളിലൊക്കെയാണ് ഇത്ര സംഭവം ഉണ്ടാവും. ബുദ്ധി കിട്ടുന്നില്ല. ഒരു തിമിംഗലം മുഴുവൻ ഒരു മനുഷ്യൻ തിന്നേ നമുക്ക് 4 മത്തി കിട്ടിയാൽ തന്നെ നമ്മളെ വയറ് നിറഞ്ഞ്. തിമിംഗലത്തിന് മുഴുവൻ തിന്നുക എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ്, മുസ്തഹിലാണ്, അസാധ്യം ആണ് എന്നുള്ള യാതൊരു സംശയമില്ല. ബുദ്ധിപരമായിട്ട് എന്തില്ല, അതിന് വിരോധമില്ല കേട്ടോ. ഒരാളങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടാവുന്നതിന് അതിന് ഒരു അസംഭവമാണ്. ബുദ്ധിപരമായിട്ട് അസംഭവം അല്ല എന്ന് പറയാൻ കാരണം അത് ഉണ്ടാവുന്നതിനാൽ വേറൊരു അസംഭവം ഉണ്ടാവില്ല എന്നതിന്റെ അർത്ഥം. ബുദ്ധിപരമായിട്ട് അസാധ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? അതുണ്ടാവുന്നത് കൊണ്ട് വേറൊരു അസംഭവം ഉണ്ടാകും, അപ്പൊ അത് ബുദ്ധിപരമായി അസാധ്യമായി, അതായത് അക്കലം മഹാലായി. ഇവിടെ ഒരു തിമിംഗലം ഇവന് ഒരു നേരം ഭക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാവുന്ന ബുദ്ധിപരമായിട്ട് യാതൊരു വിരോധമില്ല. അപ്പോൾ ആദിയായിരിക്കുന്ന ഹുക്കും എന്ന് പറഞ്ഞാൽ, ആദിയ ഹുക്കും എന്ന് പറഞ്ഞാലും അത് വാജിബ് ഉണ്ടാവാം, അതുപോലെ തന്നെ അത് ഉണ്ടാവുന്ന നിർബന്ധമായതുണ്ടാവാം. അത് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നുള്ളത് സാധാരണഗതിയിൽ നിർബന്ധ, സാധാരണഗതിയിൽ ആദത്തെ നിൽക്കുന്നത് നിർബന്ധ. അത് ശറയ്യായിരിക്കുന്ന വാജിബല്ല കേട്ടോ. ശറയ്യ വാജിബല്ല. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നുള്ളത് നിർബന്ധം എന്ന് പറഞ്ഞാൽ ആഖിറത്ത് കൂലിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അതല്ല പറഞ്ഞത്. ദുനിയാവിൽ മധുവും ദുനിയാവിൽ നല്ല പുകഴ്ത്തലും ആഖിറത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന ഒന്നിനാണല്ലോ നമ്മൾ ഒരർത്ഥത്തിൽ വാജിബ് എന്ന് പറയുന്നത്. അത് ശറയ്യ വാജിബ. ശറയ്യ അങ്ങനെ ഒരു സംഗതിയെ വാജിബാക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ദുനിയാവിൽ അത് ചെയ്ത ആൾക്ക് നല്ല പ്രശംസ അർഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആഖിറത്തിൽ ആൾക്ക് പ്രതിഫലം ഉണ്ടെന്നുള്ള. ദുനിയാവിൽ ഒരു ദോഷം ചെയ്ത് കഴിഞ്ഞാൽ ദുനിയാവിലെ ആൾക്ക് എന്തുണ്ട്? അയാൾക്ക് ഒരു ആക്ഷേപമുണ്ട്, ആഖിറത്തിലെ ആൾക്ക് ശിക്ഷയുമുണ്ട് എന്നുള്ളതാണ്.
എന്നാൽ ഈ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നുള്ള നിർബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആഹൃത്ത് കൂടിയിട്ടുള്ളതിന്റെ അർത്ഥത്തിനല്ല. അതെന്താണ്? ആദത്തെ നിൽക്ക് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറിയാണ്. കത്തിയെടുത്ത് മുറിച്ചാൽ മുറിയൽ വാജിബാണ്. പക്ഷെ അതെന്തുകൊണ്ടല്ല? ഈ കത്തിയിൽ അങ്ങനെ പ്രത്യേകം കഴിവ് അള്ളാഹുത്താല സ്ഥാപിച്ചത് കൊണ്ടല്ല, അള്ളാഹുത്താല ആ സമയത്ത് അതിന് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇനി മുസന്നിഫിന്റെ ബാക്കി നമ്മൾ നോക്കാം. പിന്നെ സമയം കഴിഞ്ഞ് ഇതുകൂടി നോക്കാം അല്ലെ. വൈനമായി ഉത്തരക്കൽ ഇൽമുബി ഫായിലി ഹാദിഹിൽ ആസാരി. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് വിശപ്പ് മാറ്റുന്നത്, അതുപോലെ തന്നെ വെള്ളം കുടിച്ചാൽ നമ്മുടെ ദാഹം മാറ്റുന്നത്, അതുപോലെ പിന്നെ AC ഇട്ടാൽ തണുപ്പ് ഉണ്ടാക്കി തരുന്നവൻ, വെയിലേൽക്കുമ്പോൾ ചൂടുണ്ടാവുന്നത് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളുടെ അറിവ് നമുക്ക് ലഭിക്കപ്പെടുന്നത് ബിഫായിലി ഹാദിഹിൽ ആസാരി അൽ മുഖാറനത്തിൽ ഹാദിഹിൽ അഷ്യായി. ഈ വസ്തുക്കളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അസറുകൾ ഉണ്ടല്ലോ, ഈ അസറുകളുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന അറിവ് ലഭിക്കുന്നത് മിൻ ദലീലയിൽ അക്ലി വൻ അക്ലി, അത് ബുദ്ധിയുടെയും പ്രമാണത്തിന്റെയും ദലീലിൽ നിന്നാണ്. അപ്പം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറ്റുന്നു എന്നുള്ളത് ആ മാറ്റുന്ന കർത്താവിനെ കുറിച്ചുള്ള അറിവ് എവിടുന്ന ലഭിക്കുന്നത്? ബുദ്ധിപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന ബുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രമാണത്തുമാണ്. പരിശുദ്ധ ഖുർആനിന്നും ഹദീസുമാണ്. ഹുവല്ലദീ യുത്ഇമുനി വയസ്ഖീനി, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവനും, അവനാണ് എനിക്ക് എന്റെ ദാഹം മാറ്റുന്നതും, അവനാണ് എനിക്ക് എന്റെ വിശപ്പ് മാറ്റുന്നതും എന്ന് അതുപോലായിരിക്കുന്ന അല്ലാഹു തആല റാസിഖാണ് തുടങ്ങിയതായിരിക്കുന്ന നഖില് പ്രമാണങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു പ്രവർത്തനം ഉണ്ടാണെങ്കിൽ ജമാഅത്തിൽ നിന്നേ എന്താ ബുദ്ധിപരമായ തെളിവും ചോദിച്ചാൽ ഈ കത്തി എന്നുള്ളത് എന്താണ്? യഥാർത്ഥത്തിൽ കത്തി എന്നുള്ളത് ഒരു നിർജീവ വസ്തുവാണ്. നിർജീവ വസ്തു എന്ന് ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, ഉറപ്പല്ലേ? നിർജീവ വസ്തു ഒരു കല്ല് തന്നാൽ ഉരുണ്ടു പോവോ? മോചിതത്തായിട്ടൊക്കെ ഉണ്ടാവട്ടോ. ഒരു കല്ല് അതിന് മേൽ ബാഹ്യമായിരിക്കുന്ന ഒരു ശക്തിയുടെ പ്രേരണ ഇല്ലാതെ കണ്ട്, ഒരു ശക്തി ചരിത്രം ഇല്ലാതെ കണ്ട് തന്നാൽ ഉരുണ്ടു പോകും ഒരു കല്ല്. കണ്ടോ കല്ലിങ്ങനെ മടുക്കുത്തും കുത്തി അങ്ങാടി കൂടെ നടക്കുന്നത്? അത് കാണാൻ കഴിയൂല. അങ്ങനെ ഒരു സംഭവം കല്ല് നിർജീവ വസ്തുവാണ്. നിർജീവ വസ്തു അതിന് പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിർജീവ വസ്തു എന്താവുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ കത്തിയാണ് മുറിച്ചതെന്ന് പറയുമ്പോൾ നിർജീവ വസ്തു അത് പ്രവർത്തിച്ചു, കല്ല് നടന്നുപോയി എന്ന് പറയുന്നത് പോലെ ഒരു അസംഭവ്യമാണ്. അപ്പോൾ നിർജീവ വസ്തുക്കൾക്ക് അത് സ്വന്തം പ്രവർത്തിക്കാനുള്ള കഴിവില്ല, അത് അല്ലാഹു തആല അതിന് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റൊരു വസ്തു ഉണ്ടാണ്. ഒരു സംഗതിയാണല്ലോ, നമ്മുടെ വീടിന് മുമ്പിൽ നേരം വെത്ത് നോക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കും, നേരം വെത്ത് പിന്നെ സുബഹിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വീട്ടിന് മുമ്പിൽ നല്ലൊരു മേശ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മേശ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം തന്നെ ആരവിടെ കൊണ്ടുവച്ചത്? മേശ തന്നാലുണ്ടായതാണ് എന്ന് പഠിച്ചോൻ അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറക്കി തന്നാണ്. അതൊന്നും ചിന്തിക്കുക. ഇതിപ്പോൾ ആരാടെ കൊണ്ടുവച്ചതെന്നാ ചിന്തിക്കുക. അവിടെ നിന്നാണ് ഒരു വസ്തു കണ്ടാൽ അതിന്റെ ഫായിലിലേക്ക് നമ്മുടെ ബുദ്ധി ഓടുന്നു. ഇതുപോലെ കത്തിയെടുത്ത് മുറിക്കുമ്പോൾ ഈ നിർജീവ വസ്തു ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, അത് പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു ഫായില്, ഒരു പ്രവർത്തിക്കുന്നവനുണ്ട് എന്നുള്ളത് ബുദ്ധിയുമാണ്. അതുപോലെ തന്നെ പ്രമാണവും നമുക്ക് ആണ് തെളിവ് നൽകുന്നത്. അല്ലാതെ ഏതല്ല ഈ തമ്മിൽ ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, യൂറോപ്പിലെ ഒരു ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്നുണ്ട് അല്ലേ, ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഉണ്ട്, ദൈവ നിഷേധിയായിരിക്കുന്ന ഒരാൾ. അയാള് എല്ലാ ഈ കാനൂന് സബബിയത്തും നിഷേധിച്ച ആളാണ് ഡേവിഡ് ഹ്യൂം. നമ്മളിപ്പം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുക എന്നുള്ളത് തമ്മിൽ ബന്ധപ്പെട്ട് വരുന്നേ ഉള്ളൂ, അത് ഇതിന്റെ കാരണമല്ല. അയാളെ കാരണത്തെ തന്നെ നിഷേധിക്കുക. നമ്മൾ കാരണം തന്നെയാണ്, ബാഹ്യമായ കാരണമാണെങ്കിലും ആ കാരണത്തിന് ഫലം നൽകുന്നവർ ആരാകുന്നു? അള്ളാഹു ആകുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുമായിട്ടുള്ള ഈ വിഷയത്തിന് കാനൂന് സബബിയത്തിന്റെ അറിയപ്പെട്ട ഒരു ആലിമാണ്. മനസ്സിലായില്ലേ? ഖസാലി തങ്ങൾ ആലിം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു ഖ്യാതി. എന്താ? ലോകത്തിന്റെ നേതാവ്, ആലിം എന്നുള്ള. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഖസാലി ഇമാം ആലിമാര്, അമുസ്ലിങ്ങൾക്ക്, യൂറോപ്യന്മാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് തുടങ്ങിയതായിരിക്കുന്ന ബുദ്ധിജീവികൾക്കെല്ലാം അവരെക്കുറിച്ചൊക്കെ ആലിമാണ് മഹാൻ അബു ഹംദ് ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് വിഷയങ്ങൾ, ശാസ്ത്രത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കടന്ന് ചിന്തിച്ചിട്ട് മാത്രം കിട്ടിയ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഖസാലി ഇമാം ഒരുപാട് വിഷയങ്ങൾ അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകൾ തലയും വാലും വെട്ടിമാറ്റി ഖസാലി ഇമാം പറഞ്ഞുള്ള ഭാഗം അങ്ങനെയാണ് യൂറോപ്യന്മാരൊക്കെ അധികം ചെയ്തത്. ഇസ്ലാമിക സ്പെയിനിൽ നിന്ന് അവർക്ക് ലഭിച്ച ഗ്രന്ഥങ്ങളൊക്കെ അവരെന്ത് ചെയ്ത് അതൊക്കെ പകർത്തി ലാറ്റിനിലേക്ക് മറ്റിലേക്ക് പകർത്തിയിട്ട് ആ ഗ്രന്ഥം മുഴുവനും ചുട്ടരിച്ച് കളഞ്ഞു. അവന്റേത് മുസ്ലിങ്ങൾ എഴുതി ഉണ്ടാക്കിയായിരിക്കുന്ന കിതാബ്, ആ കിതാബിന്റെ അറിവുകളൊക്കെ മറ്റു ഭാഷകളിലേക്ക് പകർത്തിയിട്ട് മുസ്ലിങ്ങളെ പേരായിട്ട് ഒഴിവാക്കി അത് മാത്രം അവിടെ തലാട് വെട്ടിമാറ്റിക്കൊണ്ട് മുസ്ലിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അവർ ചുട്ടുകരിച്ച് കളഞ്ഞു യൂറോപ്യന്മാർ. എന്തിനു വേണ്ടിയാ? ഇതിന്റെ പൈതൃകം, ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാൻ വേണ്ടിയിട്ട്. ഈ വിജ്ഞാനത്തിന്റെ ഈ അറിവിന്റെ ഈ ശാസ്ത്രശാഖയുടെ മേധാവിത്വം, അതിന്റെ പിതൃത്വം അവകാശപ്പെടാൻ വേണ്ടി മുസ്ലിങ്ങളെ പേരുകളൊക്കെ തലേന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അവരെ സ്വന്തം പേരിൽ അടിച്ചിറക്കി. അങ്ങനെയാണ് യൂറോപ്യന്മാർ പിന്നെ കുറച്ചൊക്കെ എന്തുണ്ടായത് അവർ ഈ രംഗത്തൊക്കെ വികസിക്കാൻ കാരണം. നമ്മൾ ആ പാരമ്പര്യം ഒഴിവാക്കി നമ്മൾ പദപത്രത്തിലേക്ക് പോയി. അവരെന്ത് ചെയ്ത് നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന മക്കൾ ഉണ്ടാക്കിയ കിതാബുകളൊക്കെ അവരെന്ത് ചെയ്ത് കട്ടിട്ടും കവർന്നിട്ടും ഒക്കെ അവർ അതിനെ പ്രാവർത്തികമാക്കുകയും അവർ ഉന്നതി പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പിന്നെ പൗരാണിക ഉലമാക്കളുടെ പാതയിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് ഇന്നും ലോകത്തിന് മേധാവിത്വം നമ്മുടെ കയ്യിൽ വരും, യാതൊരു സംശയ കാര്യത്തിലില്ല. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ പിന്നെ ഡേവിഡ് ഹോമും ഖസാലി ഇമാമും നമ്മൾ വ്യത്യാസം എന്താ ചോദിക്കാറുണ്ട്. ഖസാലി ഇമാം പറഞ്ഞ എന്താണ്? പിന്നെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വിശപ്പ് മാറുക എന്നുള്ളത് ബുദ്ധിയുടെ തേട്ടമല്ല, അത് ആദത്താണ് വിധിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എന്താ പറയുക, അത് ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞില്ല, ആദത്താണെന്ന് പറഞ്ഞില്ല, ബുദ്ധിയല്ല. നമ്മളിപ്പോൾ മുമ്പിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഒരു മണ്ണെണ്ണ, ജീവിതത്തിലെ ആൾ മണ്ണെണ്ണ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. മണ്ണെണ്ണ എന്ന് പറയില്ലേ,
മണ്ണെണ്ണ എന്ന് പറയും. മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ഭാഷ തീരണമൊന്നുമില്ല. മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളുണ്ടോ? കണ്ണൂർക്കാർക്ക് മനസ്സിലാവാത്ത ആരുമില്ല. എല്ലാവർക്കും ചിമ്മിനി, ചിമ്മിണി എന്ന് പറയും. ചിമ്മിണി എന്ന് പറയും, മണ്ണെണ്ണ എന്ന് പറയും, കാസറ്റ് എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ഈ കാസറ്റ് പറയാൻ വന്നു. മണ്ണെണ്ണ ഇതിനെ പറ്റി, ഈ കാസറ്റിനെ പറ്റി അല്ലെങ്കിൽ മണ്ണെണ്ണയെ പറ്റി കേൾക്കാത്ത ഒരാളോട് ഞാൻ പറയാണ്, ഈ മണ്ണെണ്ണ ഞാനൊരു ജ്വലിക്കുന്ന അഗ്നിഗോളമാക്കി മാറ്റാന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കോ? ഈ മണ്ണെണ്ണ ഒരു അതിന്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരാളുടെ മുമ്പിൽ മണ്ണെണ്ണ ഒരു കുപ്പി വാങ്ങിയിട്ട് ഞാൻ പറയാണ്, ഈ മണ്ണെണ്ണ അതിനെ മൊത്തം ഞാൻ അഗ്നിഗോളമാക്കാമെന്ന ആൾ വിശ്വസിക്കുമോ? കണ്ടാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? നിങ്ങൾ പറയും. ഈ മണ്ണെണ്ണ തീയുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളമാണ് കാണുന്നത്, വെള്ളമാണ്, അതിലെങ്ങനെ തീയുണ്ടെന്ന് വിശ്വസിക്കൂല, അയാൾ വിശ്വസിക്കൂല. അപ്പൊ എന്താ ബുദ്ധി അത് തേടുന്നില്ല ബുദ്ധിപരമായിട്ട്. പക്ഷേ അയാളെ മുമ്പിൽ വെച്ചുകൊണ്ട് മണ്ണെണ്ണ തീ കൊടുത്തിട്ട് അതൊന്ന് നേരത്തേക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു കടലാസിൽ വെച്ച് തീ കൊടുത്താലോ അതങ്ങനെ പാളി പടർന്ന് അതൊരു അഗ്നികോളമായി മാറും. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? അപ്പൊ അയാൾക്ക് ബോധ്യപ്പെട്ട് ഈ മണ്ണെണ്ണ എന്നുള്ളതിൽ എന്തുണ്ട്? അഗ്നികോളമുണ്ട് എന്നുള്ളത് അത് അനുഭവം മുഖേനയാണ് മനസ്സിലാക്കിയത്. അതാണ് ആദത്ത്, അനുഭവം മുഖേനയാണ്. അതെന്തുകൊണ്ടല്ല? ബുദ്ധി കൊണ്ടാണെങ്കിൽ അയാൾ ആദ്യം തന്നെ പറയേണ്ടിയിരുന്നു. ബുദ്ധി കൊണ്ടാണെങ്കിൽ മണ്ണെണ്ണ കണ്ടുടനെ തന്നെ ആൾ പറയേണ്ടിയിരുന്നു ഇതിനെന്തുണ്ട്, അതിനെ കത്തിക്കുന്നതായ വസ്തു ഉണ്ട് എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ അയാൾ ബുദ്ധി അത് പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുക എന്നുള്ളത്, കത്തിയെടുത്ത് മുറിക്കുമ്പോൾ മുറിയുക എന്നുള്ളത്, അത് അതിനോട് ബന്ധിച്ച് വരുന്ന അതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്നല്ല നമ്മൾ പറയില്ല ഇന്ധ ലാഭിഹ എന്നാ പറയുന്നത്. അത് ഉണ്ടാകുമ്പോൾ അത് സംഭവം ഈ രണ്ട് കൂടി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. കത്തിയെടുത്ത് മുറിക്കുന്ന സന്ദർഭത്തിൽ വരുന്നു, അതുകൊണ്ട് വരുന്നു മനസ്സിലാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ബുദ്ധിപരമായ വിധിയും ആദിയായ സാധാരണ വിധി നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി. മണ്ണെണ്ണ കണ്ടവൻ അവനോട് പറഞ്ഞാൽ അതിലെന്തുണ്ട്? തീയുണ്ട്, തീ അത് അഗ്നികോളമായി മാറുമെന്ന് അത് അനുഭവിച്ചറിയാത്ത ഒരുത്തനോട് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. പക്ഷേ അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു വിധി വരുന്നു. മണ്ണെണ്ണ എന്ന് പറയുന്നത് അത് അഗ്നിമയമായ വസ്തുവാകുന്നു. അഗ്നി അതിലടങ്ങിയിട്ട് അത് അഗ്നികോളമായി മാറും. തീ അതിലുണ്ട് എന്നുള്ളൊരു ഹുക്കുമിലേക്ക് അയാൾ എത്തുന്നത് അയാളുടെ ബുദ്ധി മുഖേനല്ല, അയാളുടെ കണ്ണുകൊണ്ട് കണ്ട അടിസ്ഥാനത്തിൽ ഹുക്കും നൽകുകയാണ്. അതാണ് ആദിയായിരിക്കുന്ന ഹുക്കും എന്ന് പറയുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. എന്തെന്ന് നിങ്ങൾ കാരണം എന്ന് പറയുന്നതൊക്കെ തീരെ ശരിയതാ. മഴ പെയ്തിട്ടാണ് ഇതുണ്ടായത്, മഴ പെയ്തിട്ടാണ് പിന്നെ നമ്മളെ കൃഷിയൊക്കെ നന്നായി വളർന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മഴ കാരണമാണെന്ന് അങ്ങനെ വിശ്വസിക്കും. മഴയിൽ എന്തുണ്ട്? അല്ലാഹു തആല ഒരു കഴിവ് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തായി. മഴ പെയ്ത സന്ദർഭത്തിൽ അല്ലാഹു തആലയാണ് കൃഷിയെ മുളപ്പിച്ചതെന്ന് പറഞ്ഞാൽ അത് തൗഹീദായി. ശരിക്കും മനസ്സിലാക്കണം. വളരെ നേരിയ ഒരു നൂൽ വ്യത്യാസം മാത്രമാണ് ബിദ്അത്തിന്റെയും കുഫറിന്റെയും ഇടയിലുള്ളത് എന്ന് നാം ശരിക്കും മനസ്സിലാക്കുക. മഴ തന്നെയാകുന്നു കൃഷിയെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അത് കാഫറായി. മഴ എന്ന് പറഞ്ഞ പ്രകൃതി മുഖേനയാണ് ഇത് ഉണ്ടായത്, നമ്മൾ കാഫറായി. അതാണ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു കഴിവ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ്. മഴയിൽ എന്തുണ്ട്? ഇത് പുൽപുഷ്പങ്ങൾ മുളപ്പിക്കാനായിരിക്കുന്ന ഒരു കഴിവ് അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുന്നു. അതന്നെ നിക്ഷേപിച്ചത് കാര്യമല്ല. മുഅ്തസിലത്തിന്റെയും ഇന്നത്തെ സലഫിയത്തിന്റെയും വഹാബിയത്തിന്റെയും ഒക്കെ വാദങ്ങൾ അതാണ്. കഴിവ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു തൈമിയ പോലുള്ളായിരിക്കുന്ന ഇബ്നു റുഷ്ദിനെ അൽ ഹഫീദ് എന്ന് പറയുന്നതായ അന്തലൂസിലെ ഒരു ഇബ്നു റുഷ്ദ് ഇബ്നു ഗസാലി ഇമാമിനക്ക് ഒരു പ്രതിയോഗിയായിട്ട് പിന്നീട് വന്ന ഗസാലി ഇമാമിന്റെ കിതാബിനെ റദ്ദ് ചെയ്തുകൊണ്ട് രംഗത്ത് വരാൻ ശ്രമിച്ച ഒരാളാണ് ഇബ്നു റുഷ്ദ് അൽ ഹഫീദ് എന്ന് പറയുന്ന ആൾ. അയാളൊക്കെ ഇതിനെ എതിർത്തുകൊണ്ട് ഫലാസിഫത്തിന്റെ വാദത്തിന്, ഹുക്കമാന്റെ വാദത്തിന് പിന്താങ്ങിക്കൊണ്ട് കിതാബ് ചെയ്തിട്ടുണ്ട്. അതിൽ ആകൃഷ്ടനായ വ്യക്തിയാണ് ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും. അതിനോടനുബന്ധിച്ചുണ്ടാക്കുന്ന സലഫികളൊക്കെ തന്നെ, സലഫികൾ എന്ന് അറിയപ്പെടുന്ന എല്ലാ വിഭാഗവും ഈ കഴിവുകളൊക്കെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവരാണ്. എന്നാൽ യഥാർത്ഥ തൗഹീദ് അല്ലാഹു തആല അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാണ് എന്ന് പറഞ്ഞാൽ തൗഹീദും ഫിൽ അഫ്ആൽ പ്രധാനമായി കിടക്കുന്നത് എന്താണ്? ആ ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്ത് കാര്യങ്ങൾ എടുത്താലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ പ്രവർത്തനങ്ങൾ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ അല്ലാഹു തആല അപ്പോൾ സൃഷ്ടിക്കുകയാണ്. അതിലൊരു കഴിവ് മുമ്പ് നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥ തൗഹീദ്. അതല്ലാത്ത അപ്പുറത്തുള്ള വിശ്വാസം ഒന്ന് കാഫറാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്. മനസ്സിലായില്ലേ? ഒന്നുകിൽ കുരിക്കള നെഞ്ഞത്ത് അല്ലെങ്കിൽ കളത്തിന്റെ പുറത്തുനിന്ന രൂപത്തിലാണ്. അപ്പൊ ശരിയായ രീതിയിൽ നമ്മൾ വളരെ കണിശമായ വിഷയങ്ങൾ മനസ്സിലാക്കണം. അഖീദയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലാഹുവിന്റെ അഫ്ആലിന്റെ തൗഹീദ്. കാരണം അല്ലാഹുവിന്റെ അഫ്ആൽ തൗഹീദാണ് കൂടുതൽ വിശാലമായി കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സിഫത്താണ് ജായിസായ സിഫത്ത്. എന്താ സിഫത്ത്? അല്ലാഹു തആലക്ക് പിന്നെ നീ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ള ജായിസായ സിഫത്താണ്. ആ ജായിസായ സിഫത്തിന്റെ ആധാറുകളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചം മുഴുവനും. അവന്റെ ആ ജായിസായിരിക്കുന്ന സിഫത്തിന്റെ ആധാറാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചം മുഴുവനും. ആ പ്രപഞ്ചത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെ നാം ശരിയായ തൗഹീദ് നാം ഉൾക്കൊണ്ടവരാണെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ കർത്താവാണെന്ന് വിശ്വസിക്കണം. അതിന്റെ കാരണങ്ങളാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ആ കാരണങ്ങളെ സൃഷ്ടിച്ചവനും ആ കാര്യത്തെ സൃഷ്ടിച്ചവനുമായിരിക്കുന്ന അള്ളാഹു മാത്രമാകുന്നു. ഈ വിശ്വാസമാണ് അഫ്ആലിലെ തൗഹീദ്. അള്ളാഹു തആലയുടെ പ്രവർത്തനത്തിൽ അവനെ മുവഹിദാക്കുക എന്ന് പറഞ്ഞാൽ അതാ മുസന്നിഫ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ എടുക്കാം. തൽക്കാലം ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് എല്ലാ ഒരു വിഷമവും ഇല്ലാതെ കണ്ട് പരിശുദ്ധ ഖുർആന്റെ പിന്നെ തജ്വീദ് നിയമങ്ങളൊക്കെ ഒരുപാട് വിഷമം സഹിച്ചുകൊണ്ട് ആവർത്തിച്ച് ഓരോ കാര്യങ്ങളും പുതിയ ആളുകളെ പരിഗണിച്ചുകൊണ്ടും സ്ഥിരമുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്കതൊക്കെ വേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിച്ച് അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഇത്തരം ഒരു അവസരം എപ്പോഴും നമുക്ക് ആവർത്തിച്ച് എല്ലാ കാര്യത്തും കിട്ടിക്കൊണമെന്നില്ല. നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളും എല്ലാം മാറി വന്നേക്കാം. കിട്ടുന്ന അവസരം നാം മുതലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അവർക്കും മറ്റെല്ലാവർക്കും അല്ലാഹു തആല
അവൻ്റെ മഹദാഫ് അതുകൊണ്ട് അവൻ്റെ തൃപ്തിയും മഹബത്തൊക്കെ കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഭാഗം കൂടിയേ ഉള്ളൂ, അടുത്ത ക്ലാസ് നമുക്ക് പൂർത്തിയാക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ അഖ്ലിയാ ഹുക്ം എന്ന് പറയുന്ന മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.